നമസ്കാരം. ദേശീയ പരീക്ഷാ നടത്തിപ്പിലെ സമ്പൂർണ്ണ പരാജയത്തിൽ നടപടിയുമായി മോദി സർക്കാർ. പരീക്ഷാ നടത്തിപ്പിനെപ്പറ്റി ശുപാർശകൾ നൽകാൻ കേന്ദ്രം സമിതിയെ നിയോഗിച്ചു. ഒപ്പം പൊതുപരീക്ഷാ നിയമം പ്രാബല്യത്തിൽ വരുത്താനും തീരുമാനമായി. ഇന്ത്യ ഇതെല്ലാം കണ്ണിൽ പൊടിയിടലാണ് എന്ന വിമർശനം ഉയർന്നു കഴിഞ്ഞു. അതിനിടെ ബീഹാറിലെ ടീച്ചർ എലിജിബിലിറ്റി പരീക്ഷ കൂടി കാരണം പറയാതെ മാറ്റിവെച്ചു. ഒപ്പം ഇന്നലെ കാരണം പറയാതെ മാറ്റിവെച്ച നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറും ചോർന്നു എന്ന വിവരം ഇന്ന് പുറത്തു വന്നു. ബീഹാറിലെ പട്നയിൽ കത്തിക്കരിഞ്ഞ നിലയിൽ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പറുകൾ കണ്ടെത്തി. 6 ലക്ഷം രൂപ വരെ വിലയിട്ടാണ് ഒരു ചോദ്യപേപ്പർ വിറ്റത് എന്ന വാർത്തയും പുറത്തു വരുന്നു. എല്ലാ കണ്ണുകളും ഇപ്പോൾ ദേശീയതല മത്സര പരീക്ഷകൾ നടത്തുന്ന നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA തിരിയുകയാണ്. പരീക്ഷകളുടെ ചുമതലകൾ NTA സ്വകാര്യ ഏജൻസികൾക്ക് നൽകുന്നത് കുംഭകോണത്തിന് വഴിവെക്കുന്നു എന്ന് നിരീക്ഷണം പുറത്തു വന്നു കഴിഞ്ഞു. ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന മോദി സർക്കാരിൻ്റെ നയത്തിൻ്റെ ഉടയാടകൾ ഇന്ത്യൻ തെരുവുകളിൽ പകൽ വെളിച്ചത്തിൽ അഴിഞ്ഞു വീഴുന്നു. ഇന്ത്യ ആശങ്കയോടെ കാണേണ്ട ഈ വിഷയത്തിൻ്റെ എല്ലാ വിധാനങ്ങളും അനാവരണം ചെയ്യാനുള്ള ന്യൂസ് ആൻഡ് വ്യൂസിൻ്റെ ജനാധിപത്യപരമായ സംവാദം ഇവിടെ ആരംഭിക്കുന്നു. ഇന്നത്തെ ന്യൂസ് ആൻഡ് വ്യൂസിൽ അതിഥികളായി പങ്കെടുക്കുന്നത് ഡോക്ടർ ഷിജു ഖാൻ, CPIMൻ്റെ പ്രതിനിധി, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് RS രാജീവ്, BJPയുടെ പ്രതിനിധി, മൂന്നാമതായി ഡോക്ടർ C രാമകൃഷ്ണൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ. ആദ്യത്തെ എൻ്റെ ചോദ്യം കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രതിനിധി എന്ന നിലയ്ക്കുകൂടി അഡ്വക്കേറ്റ് രാജീവിനോടുള്ളതാണ്. പരീക്ഷാ നടത്തിപ്പ് അതിൽ അപാകതകളുണ്ടായി എന്ന് സമ്മതിക്കും വിധം കേന്ദ്രം പെരുമാറിയിരിക്കുന്നു. പരീക്ഷാ നടത്തിപ്പ് പഠിക്കാൻ വേണ്ടി അതിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടികൾ നിർദ്ദേശിക്കാനായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഇന്നൊരു കമ്മിറ്റിയെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. NTA നടത്തിപ്പ് കൂടി ഇവർ പരിശോധിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 2 മാസത്തിനകം റിപ്പോർട്ട് വെക്കണം എന്ന തരത്തിലുള്ള ഒരു അടിയന്തര നിർദ്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ടൊരു കമ്മിറ്റിയെ വെച്ചിരിക്കുന്നു. അതിനെ നമുക്കെല്ലാവർക്കും അറിയുന്ന ISROവിൻ്റെ മുൻ ചെയർമാനായ K രാധാകൃഷ്ണൻ അതിൻ്റെ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നു. ഒപ്പം തന്നെ പബ്ലിക് എക്സാമിനേഷൻ പൊതുപരീക്ഷ കൃത്രിമം തടയൽ നിയമം അത് ഫെബ്രുവരിയിൽ തയ്യാറായതാണ്. അതിപ്പോൾ അടിയന്തരമായി പ്രാബല്യത്തിൽ വരുത്തിയിരിക്കുന്നു. നടപടികൾ എടുത്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. പ്രതിപക്ഷം ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസിൻ്റെ അഭിപ്രായം പുറത്തു വന്നിട്ടുണ്ട്, ഇതൊരു കണ്ണിൽ പൊടിയിടൽ മാത്രമാണ് എന്ന്. എങ്കിൽ പോലും ഈ നടപടികൾ ഈ പുറത്തു വന്ന തട്ടിപ്പിന് മുന്നിൽ, കുംഭകോണത്തിന് മുന്നിൽ ഇത് മതിയായതാണോ? ഇതുകൊണ്ട് എങ്ങനെ സുതാര്യത വരുത്തി മുന്നോട്ട് പോകും എന്നാണ് ഇപ്പോൾ BJP നേതൃത്വം കരുതുന്നത്? തീർച്ചയായും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ബാക്കി ഏത് പ്രതിപക്ഷം പറയുന്നതിനപ്പുറത്തേക്ക് വളരെ ശക്തവും ശുദ്ധവുമായിട്ടുള്ള ഒരു അന്വേഷണം ഈ കാര്യത്തിൽ നടത്തണമെന്ന് ആഗ്രഹിക്കുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം ഈ ഗവൺമെൻറ് ഭരിച്ചിട്ട് ഇതുപോലെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഗൗരവം ഭാരതീയ ജനതാ പാർട്ടി അതോടൊപ്പം തന്നെ NDA ഗവൺമെൻറ്റും മനസ്സിലാക്കുന്നുണ്ട്. ആ ഗൗരവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതാണ്ട് 24 ലക്ഷത്തോളം വരുന്ന നീറ്റ് എഴുതിയ വിദ്യാർത്ഥികളുടെ അവരുടെ രക്ഷകർത്താക്കളുടെ അവരുടെ പഠിത്തം 8ാം ക്ലാസ് തൊട്ട് അവർ പല സ്ഥലങ്ങളിലായി പഠിക്കുകയാണ്. അപ്പോൾ അവരുടെയൊക്കെ കഠിന പ്രയത്നം അതെല്ലാം മാനിച്ചുകൊണ്ട് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടൽ നടത്തുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉന്നതതല സമിതിയെ 7 അംഗ സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പബ്ലിക് എക്സാമിനേഷൻ ആക്ട് പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. കാരണം ഇത് കേവലമായിട്ട് ഒരു ചെറിയ സംവിധാനമായിട്ട് പാർട്ടി കാണുന്നില്ല, അല്ലെങ്കിൽ വകുപ്പ് കാണുന്നില്ല. കാരണം നമുക്കറിയാം ഇതിനകത്ത് ബീഹാറിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഈ വളരെ സുതാര്യമായിട്ട് 2018 മുതൽ വളരെ സുതാര്യമായിട്ട് NDAയുടെ നേതൃത്വത്തിൽ നടന്നു വന്നിട്ടുള്ളൊരു പരീക്ഷയാണ്. ആ പരീക്ഷ പ്രാദേശിക ഭാഷയിൽ കൂടി വരണം എന്നുള്ള അടിസ്ഥാനത്തിൽ 8 ഭാഷകളിൽ കൂടി അത് ക്രോഡീകരിക്കുന്നുണ്ട്. അതിനുശേഷം വന്ന പരീക്ഷയാണ് ഈ നടന്നത്. ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾ നടത്തിയിട്ടുള്ള എല്ലാ സ്ഥലത്തും നമുക്കറിയാം പുഴുക്കുത്ത് പോലെ കുറച്ച് പേർ കാണും. സാമ്പത്തികം കണ്ടാൽ എന്തെങ്കിലും ചെയ്യുന്ന കുറേ ഉദ്യോഗസ്ഥങ്ങൾ ഉണ്ടായിരിക്കാം. അതിൻ്റെ ഫലമായിട്ടാണിത് ശരിക്കും പുറത്തു പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടികളുടെയൊക്കെ ഭാവി
ആ ഭാവി കണക്കിലെടുത്തുകൊണ്ട് അവരുടെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് വ്യക്തമായിട്ടും ശക്തവുമായിട്ടുള്ള നടപടികൾ ഒരു വശത്ത് നടക്കും. ഈ പ്രതികൾക്കെതിരെ, ഈ ആരോപിതർക്കെതിരായിട്ടുള്ള കർശനമായിട്ടുള്ള നടപടി, അത് ഉദ്യോഗസ്ഥ തലത്തിലുണ്ടായിരുന്നാലും ശരി തന്നെയാണ്, അല്ലാത്ത സ്ഥലത്തിലുണ്ടായിരുന്നാലും ശരി തന്നെ, അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി. അഡ്വക്കേറ്റ് ആർ എസ് രാജീവ്, ഇതിലൂടെ ഈ പരീക്ഷ ഒരു അഗ്നി പരീക്ഷയെ അഭിമുഖീകരിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് ഈ പരീക്ഷാ സമ്പ്രദായം അഗ്നിശുദ്ധി തേടി പുറത്തു വരും എന്ന് BJP കരുതുന്നുണ്ടോ? ഒപ്പം തന്നെ നാളെ പ്രശ്നരഹിതമായ ഒരു പരീക്ഷാ നടത്തിപ്പ് രീതി രാജ്യത്തിന് മുമ്പിൽ വയ്ക്കാൻ കഴിയും എന്നും ഉറപ്പുണ്ടോ? അത് ഉറപ്പുവരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ആക്ട് കൊണ്ടുവന്നത്. ഇത് ഈ സമിതി കൊണ്ടുവന്നത് മൊത്തത്തിലുള്ള പഠനമാണ്. ഇന്ത്യയുടെ ഭാഗത്തു നിന്നുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ അത് ഉൾപ്പെടെ പരിഹരിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇനി ഭാവിയിൽ നടക്കാൻ പോകുന്ന ടെസ്റ്റുകൾ, ആ ടെസ്റ്റുകളുടെ അത്രയും തരത്തിൽ വളരെ കൃത്യവും ശുദ്ധവുമായിട്ടുള്ള തരത്തിലുള്ള ഒരു പരീക്ഷയാക്കി മാറ്റണം. ഈ രാജ്യത്തെ ഒരു വിദ്യാർത്ഥികൾക്കും ഈ ഏജൻസികൾ കൊണ്ട് ഒരു ദോഷവും ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു കുറ്റമറ്റതായിട്ടുള്ള ഒരു സമ്പ്രദായം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഒരു വശത്ത് ഈ നിയമ നിർമ്മാണവും അതോടൊപ്പം തന്നെ ഉന്നത സമിതി നിയമിച്ചതും, മറുവശത്ത് പോലീസിൻ്റെ അന്വേഷണം. അത് കൃത്യമായിട്ടും കേന്ദ്ര HRD മിനിസ്ട്രി, ആ മിനിസ്ട്രിയുടെ മേൽനോട്ടത്തിൽ ബീഹാറിൽ നടക്കുന്ന, പാട്നയിൽ നടക്കുന്ന ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ കൃത്യമായിട്ടും മോണിറ്റർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ പറഞ്ഞില്ല, രണ്ട് വശത്തും, ഒരു വശത്ത് ഈ ചെയ്ത കുട്ടികളുടെ ഭാവി തുരങ്കത്തിലാക്കാൻ ശ്രമിച്ച കുറ്റക്കാർക്കെതിരെ കർശന നടപടിയും, അതോടൊപ്പം തന്നെ ഭാവിയിൽ വിദ്യാർത്ഥി സമൂഹത്തിനും അവരുടെ രക്ഷകർത്താക്കളും ഒരു ആശങ്കയും ഇല്ലാതെ ഈ രാജ്യത്ത് പരീക്ഷ എഴുതാനുള്ള സമ്പ്രദായവും കൊണ്ടുവരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അഡ്വക്കേറ്റ് രാജീവ്, തിരിച്ചു വരാം. ഇപ്പോൾ CPM-ൻ്റെ പ്രതിനിധിയുണ്ട്. SFI ഇപ്പോൾ പ്രഖ്യാപിച്ച ഈ സംവിധാനത്തെ അത് പോരാ എന്ന് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടി കോൺഗ്രസ് അതിനുവേണ്ടി ജയറാം രമേശ് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒരു ഡാമേജ് കൺട്രോൾ മാത്രമാണ്, ഒരു മിനുക്ക് വിദ്യ അതുമാത്രമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെയാണോ താങ്കളും പ്രതികരിക്കുക? രാജ്യം കണ്ട, രാജ്യത്തെ ആകെ ഞെട്ടിച്ച, രാജ്യത്തെ ജനങ്ങളെയാകെ, പ്രത്യേകിച്ച് ഇടത്തരക്കാരെയാകെ പിടിച്ചു കുലുക്കിയ ഈ തട്ടിപ്പ്, ഈ പുറത്തു വന്ന തട്ടിപ്പിന് മുമ്പിൽ ഈ നടപടികൾ മതിയായതാണോ? ഇല്ലെങ്കിൽ എന്തു വേണം എന്നാണ് ആവശ്യപ്പെടുന്നത് ഷിജു ഖാൻ. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ ഉന്നതമായ മത്സര പരീക്ഷകളുടെ, യോഗ്യതാ പരീക്ഷകളുടെ വിശ്വാസ്യത പൂർണ്ണമായി തകർക്കുന്ന സംഭവങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത്. അത് ഏതാനും വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ ബാധിക്കുന്ന ഒന്നല്ല. അത് രാജ്യത്തെ മുഴുവൻ രക്ഷിതാക്കളെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് വലിയ ആശങ്കയും പരിഭ്രാന്തിയും സൃഷ്ടിച്ചിരിക്കുകയാണ്. 24 ലക്ഷം പേർ എഴുതിയ പരീക്ഷയാണ് നീറ്റ്. ആ നീറ്റിൽ സാധാരണഗതിയിൽ 2-3 പേർക്ക് കിട്ടാവുന്ന ഒന്നാം റാങ്ക് 67 പേർക്ക് കിട്ടുകയും, ബീഹാറിലാണെങ്കിൽ ഒരേ പരീക്ഷ സെൻട്രൽ എഴുതിയ 6 പേർക്കത് കിട്ടുകയുമൊക്കെ ചെയ്ത സംഭവം ഉണ്ടായി. അതോടൊപ്പം പരീക്ഷ കഴിയുന്നതിന് മുമ്പ് തന്നെ ചോദ്യപേപ്പറുകൾ വ്യാപകമായി ചോരുന്ന വാർത്ത വന്നു. അതോടൊപ്പം ഗുജറാത്തിലാണെങ്കിൽ ഈ എൻട്രൻസ് ട്രെയിനിങ് കൊടുക്കുന്ന പരിശീലകർ തന്നെ ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട അട്ടിമറികൾക്ക് നേതൃത്വം കൊടുത്തതായ വാർത്ത വന്നു. മഹാരാഷ്ട്ര, ഹരിയാന, ബീഹാർ, ഗുജറാത്ത്, ഇന്ന് ഏറ്റവും ഒടുവിൽ ജാർഖണ്ഡിൽ നിന്നും പരീക്ഷ അട്ടിമറിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ വരികയുണ്ടായി. മറ്റൊന്ന്, ഈ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് 11 ലക്ഷത്തിലധികം അപേക്ഷകരാണ് ഇത്തവണ നെറ്റ് പരീക്ഷ UGC നെറ്റിന് അപ്ലൈ ചെയ്തിരുന്നത്. ഇന്നിപ്പോൾ UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതുപോലെ CSIR നെറ്റും റദ്ദാക്കിയ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എങ്ങനെയാണ് രാജ്യം ഭരിക്കുന്ന ഒരു കക്ഷിക്ക്, അതിൻ്റെ വകുപ്പ് മിനിസ്റ്റർക്കൊക്കെ ഇതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് തൽസ്ഥാനത്ത് നിന്ന് വാസ്തവത്തിൽ കേന്ദ്ര മാനവ വിഭവ വികസന വകുപ്പ് മന്ത്രിയൊക്കെ രാജിവെക്കേണ്ടതാണ്. കാരണം ഏതെങ്കിലും ഒരു പ്രത്യേക റീജിയനെ ബാധിക്കുന്ന, ഏതെങ്കിലും ഒരു പ്രത്യേക സെൻറ്ററിൽ മാത്രം ഉണ്ടായ
ഒരു സാങ്കേതിക തകരാറിൻ്റെ പ്രശ്നമല്ല ഇത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ സുതാര്യതയും വിശ്വാസ്യതയും ഗുണനിലവാരവും സമ്പൂർണമായി തകർന്നിരിക്കുന്നു എന്ന് രാജ്യം തിരിച്ചറിയുകയാണ്. ഇന്ത്യയെപ്പോലെ ഏതാണ്ട് 140 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യത്ത് ഒരു ദേശീയ മത്സര പരീക്ഷ നടത്താനുള്ള സുതാര്യതയും അതിൻ്റെ വിശ്വാസ്യതയും ഇല്ലാത്ത ഒരു ഏജൻസിയായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി മാറിയിരിക്കുകയാണ്. എത്ര പരീക്ഷകളാണ് അവർ കണ്ടക്ട് ചെയ്തുകൊണ്ടിരുന്നത്. CSIR നെറ്റ്, പിന്നെ അതോടൊപ്പം സായ് സ്പോർട്സ് കോഴ്സുകളിലേക്ക് നടത്തുന്ന പരീക്ഷ, CUET, UGC നെറ്റ്, പിന്നെ അതോടൊപ്പം നീറ്റ് UG ലെവൽ പരീക്ഷ, 25ഓളം പരീക്ഷകളുണ്ട്. രാജ്യത്തെ ബാധിക്കുന്ന ഇപ്പോൾ പുറത്തു വന്ന ഈ സംഭവങ്ങളുടെ വിശകലനത്തിലേക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. ഇപ്പോൾ കേന്ദ്രം പ്രഖ്യാപിച്ച നടപടികൾ അത് മതിയായതാണോ? അത് മതിയായതല്ലെങ്കിൽ എന്തുകൊണ്ട്? എന്താണ് ഇതിൽ അപ്പുറം കൂടുതലായി ചെയ്യാനുള്ളത് എന്ന കാര്യത്തിലേക്ക് വരൂ ഷിജുഖാൻ. ഇതിൻ്റെ അനാലിസിസിലേക്ക് പുറത്തു വന്ന പ്രശ്നങ്ങളുടെ വിശകലനത്തിലേക്ക് നമുക്ക് അടുത്ത ഘട്ടത്തിൽ കടക്കാം. ഷിജുഖാൻ, ഇപ്പോൾ ഇവിടെ ഒരു 7 അംഗ പിന്നെ ഇവിടെ ഒരു 6 അംഗ കമ്മിറ്റിയെ ഇതിനായി നിയോഗിച്ചു എന്നാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 7 അംഗ കമ്മിറ്റിയെ നിയോഗിച്ചു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. വാസ്തവത്തിൽ ഇത്രയും ഗുരുതരമായ ഒരു കുറ്റകൃത്യം രാജ്യത്തെ പരീക്ഷയെ സംബന്ധിച്ച് ഉണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ ശക്തമാക്കണം. സുപ്രീം കോടതിയുടെ ഉൾപ്പെടെ മുന്നിലുള്ള പരിഗണനയിലുള്ള വിഷയമാണ് ഇത്. അങ്ങനെ ഒരു 7 അംഗ കമ്മിറ്റിയെ വെച്ച് ഞങ്ങൾ സമഗ്രമായി ഇത് പരിഗണിക്കുമെന്ന് പറഞ്ഞാൽ ഈ കുറ്റവാളികളെ മുഴുവൻ ഇതിനകത്ത് അറസ്റ്റ് ചെയ്യണം. ഈ പരീക്ഷാ വിശ്വാസ്യത തകർത്ത മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യണം. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇവർ നടത്തിയ പരീക്ഷകളുടെ മുഴുവൻ വിശ്വാസ്യതയല്ലേ ഇവിടെ ചോദ്യം ചെയ്തിരിക്കുന്നത്? ഒരു 7 അംഗ കമ്മിറ്റിയെ വെച്ച് ഇത് പരിഷ്കരിച്ചാൽ തീരുന്നതാണോ പ്രശ്നം? അങ്ങനെയല്ല. ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുന്നിലിരിക്കുന്ന ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ നിയമപരമായ നടപടികൾ കർശനമായി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ കേന്ദ്ര മന്ത്രി തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിലടക്കം പങ്കെടുക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന് ഉത്തരവാദിത്തമില്ലേ? കേന്ദ്രം ഭരിക്കുന്ന കക്ഷിക്ക് ഉത്തരവാദിത്തമില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പ്രത്യേക മേഖലയെ മാത്രം ബാധിക്കുന്ന പരീക്ഷയിൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ നിങ്ങൾ മനസ്സിലാക്കണം, തമിഴ്നാട് വളരെ ശക്തമായി ഈ നീറ്റിനെതിരായ നിലപാട് സ്വീകരിച്ച് അവർ പറഞ്ഞത് എന്താണ്? നമ്മൾ നീറ്റ് നടപ്പിലാകുമ്പോൾ പറഞ്ഞിരുന്നത് അതിൻ്റെ ഗുണനിലവാരം വർദ്ധിപ്പിക്കാനും ഒരേ സമയത്ത് പല പരീക്ഷകൾ കുട്ടികൾ എഴുതുന്നതിൻ്റെ ബുദ്ധിമുട്ട് പരിഹരിക്കാനും ഒക്കെ ആണെന്നല്ലേ? അപ്പോൾ സ്റ്റേറ്റ് എൻട്രൻസിൻ്റെ വിശ്വാസ്യത നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇപ്പോൾ ഇല്ല. ഇതല്ലേ തെളിവായിരിക്കുന്നത്? കേരളം നടത്തിയ സ്റ്റേറ്റ് എൻട്രൻസ് പരീക്ഷകൾ എത്ര വലിയ വിശ്വാസ്യത ഉണ്ടായിരുന്ന പരീക്ഷകളാണ്. വിവിധ സംസ്ഥാനങ്ങൾ നടത്തിയ പരീക്ഷ, ഈ വിശ്വാസ്യത ഒരു ദേശീയ ഏജൻസിക്ക് ഇല്ല എന്ന് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് സമഗ്രമായ നിയമ നടപടികൾ ഇതിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അടക്കം ഇക്കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇത് കണ്ണിൽ പൊടിയിട്ട് ഇത് പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമിച്ചാൽ വലിയ പ്രതിഷേധം രാജ്യത്ത് ഉയർന്നു വരും. SFI അടക്കം രാജ്യത്തെ പ്രധാനപ്പെട്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളടക്കം യുവജന പ്രസ്ഥാനങ്ങളടക്കം DYFI അടക്കം ശക്തമായ പ്രതിഷേധം ഇക്കാര്യത്തിൽ രേഖപ്പെടുത്തും. ഞാൻ ചോദിക്കുന്നത് ഇപ്പം ഒരു കാര്യം കൂടി, നെറ്റ് പരീക്ഷയുടെ പ്രശ്നം എന്താണ് നമ്മൾ കണ്ടത്? നെറ്റ് പരീക്ഷ OMR പിന്നെ സ്വഭാവത്തിലേക്ക് മാറുന്നു. അതിൻ്റെ ചോദ്യക്കടലാസുകൾ പിന്നെ വ്യാപകമായി ഇൻ്റർനെറ്റിൽ വരുന്നു, ഡാർക്ക് നെറ്റിൽ വരുന്നു, അത് ടെലിഗ്രാം വഴി പ്രചരിക്കുന്നു. ഇതല്ലേ പുറത്തു വരുന്നത്? അപ്പോൾ എവിടെയെങ്കിലും ഉണ്ടായ ഒരു സാങ്കേതിക പ്രശ്നമോ സാങ്കേതിക പഴുതോ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സംവിധാനത്തെ ഒന്നടങ്കം ഈ കുറ്റകൃത്യത്തിനു വേണ്ടി ആശ്രയിച്ചിരിക്കുന്നു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഉന്നത തലത്തിലുള്ള ആളുകൾ ഈ കാര്യത്തിൽ എന്ത് ബന്ധമാണ് അതിൽ വഹിച്ചിട്ടുള്ളത്? ഇത് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങാൻ കയ്യിൽ 10, 20, 30 ലക്ഷം രൂപ ഉള്ളവൻ കൊടുക്കുമ്പോൾ കിട്ടുന്നത് മാത്രമാണോ? അതിൻ്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയിലെ ഉയർന്ന ഒഫീഷ്യൽസ് ഇതിന് ഉത്തരവാദിത്തമില്ലേ?
അപ്പോൾ കൊടുക്കാനും വാങ്ങാൻ കഴിയുമെന്ന് ആളുകൾ വിശ്വസിച്ചിരിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ 30 ലക്ഷം കൊടുത്താൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അല്ല, അതിനപ്പുറത്ത് നടത്തിയാലും ഞങ്ങൾ അത് മേടിച്ചിരിക്കും. അപ്പോൾ പിന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ വിശ്വാസം, ഈ സ്ഥാപനം, ഞാൻ ചോദിക്കട്ടെ ശ്രീ NPC, ഞാൻ ചോദിക്കുന്നത് ഇത്തിരി കടന്നുപോയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കൊണ്ട് ഇന്ത്യ പോലൊരു മഹാരാജ്യം ഇനി എങ്ങനെ മുന്നോട്ട് പോകും? ഇവിടെ BJPയുടെ നേതാവ് പറഞ്ഞല്ലോ, ഏതെങ്കിലും കുട്ടികൾക്ക് ദോഷമുണ്ടായെങ്കിൽ എന്നൊക്കെ പറഞ്ഞല്ലോ. നീറ്റിനു വേണ്ടി കഠിനാധ്വാനം നടത്തിയ നമ്മുടെ കുട്ടികൾ, നമ്മുടെ പ്രിയപ്പെട്ട എത്ര കാലം അവർ പഠിച്ചു, എത്ര കാലം അവർ അധ്വാനിച്ചു, അതിനുശേഷം പോയല്ലേ അവരെഴുതിയത്. നെറ്റിന് വേണ്ടി അസിസ്റ്റന്റ് പ്രൊഫസർ ആവാൻ, അതോടൊപ്പം റിസർച്ചിന് എത്ര അധ്വാനിച്ചെഴുതിയവരാണ്. അവരുടെ ജീവിതത്തിനും ഭാവിക്കും വിലയില്ല എന്നല്ലേ ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ ടെസ്റ്റിംഗ് ഏജൻസി പ്രകടിപ്പിക്കുന്ന വികാരം മനസ്സിലാക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഇപ്പോ ഇന്ത്യ മുഴുവൻ തന്നെ പങ്കിടുന്നതായിരിക്കും. നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം. അടുത്ത അതിഥിയിലേക്ക് ഒന്ന് പോകേണ്ടതുണ്ട്. ഡോക്ടർ രാമകൃഷ്ണൻ, താങ്കൾ ഇപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നത് ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ എന്ന നിലയ്ക്കാണ്. ഒരുപക്ഷെ ഈ ചോദ്യം, ഇപ്പോൾ പ്രഖ്യാപിച്ച നടപടികൾ മതിയായതാണോ എന്ന ചോദ്യം താങ്കൾ അങ്ങനെ ഉത്തരം പറയേണ്ടതാവില്ല. പക്ഷേ നമ്മുടെയൊക്കെ ഓർമ്മയിലുള്ള ഏറ്റവും വലിയ ഒരു കുംഭകോണം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്നു. ഇത് ആരെങ്കിലും പറയുന്നത് പോലെ ചില വ്യക്തികളുടെ സ്വഭാവ വൈകല്യം കൊണ്ട്, ധന താല്പര്യം കൊണ്ട് ഉണ്ടാകാവുന്ന, കൃത്രിമമായി ജയിച്ചു കയറാനുള്ള താല്പര്യം കൊണ്ട് ഉണ്ടാകാവുന്ന ഒരു സംഭവമല്ല. അതിലപ്പുറമുള്ള മാനങ്ങളുണ്ട്. അത് ഇനി നടത്താൻ പോകുന്ന പരീക്ഷകളുടെ സുതാര്യത ഉറപ്പുവരുത്താനുള്ളൊരു കമ്മിറ്റി കൊണ്ട് പരിഹരിക്കുന്നുണ്ടോ? അവിടെയും ഇവിടെയും ഈ ചെറിയ പരൽമീനുകളെ മാത്രം പിടിച്ചുകൊണ്ടുള്ള പോലീസ് നടപടികളിലൂടെ അത് തീരുന്നുണ്ടോ? ഇന്ന് പ്രഖ്യാപിച്ച നിയമം, പബ്ലിക് എക്സാമിനേഷൻ കൃത്രിമം തടയൽ നിയമം, പൊതുപരീക്ഷ കൃത്രിമം തടയൽ നിയമം, അത് നേരിടാൻ പര്യാപ്തമാണോ? 3 വർഷം മുതൽ 10 വർഷം വരെ തടവ് ഇങ്ങനെ ഒരു കൃത്രിമം നടത്തിയാൽ അവർക്ക് കിട്ടും. 1 കോടി രൂപ പിഴ ഉണ്ടാവും എന്നാണ് പറയുന്നത്. പക്ഷേ ഒപ്പം തന്നെ ഇതിന് വിവരം കൊടുത്തവർക്ക് സംരക്ഷണം, വിസിൽ ബ്ലോവേഴ്സിന് സംരക്ഷണം കൊടുക്കണമെന്നൊരാവശ്യം ഉയർന്നിരുന്നു. അത് നടപ്പായിട്ടില്ല. ഒപ്പം തന്നെ ഇങ്ങനെ ഒരു തട്ടിപ്പ് ഒരു സംസ്ഥാനത്ത് കണ്ടെത്തി അത് അന്വേഷണം തുടങ്ങിയാൽ DYSP ഒക്കെയാണ് അത് അന്വേഷിക്കേണ്ടത്. അത് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കേന്ദ്രത്തിനിടപെട്ട് അത് കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കാം എന്നൊരു നിയമവും നിലനിൽക്കുന്നുണ്ട്. ഇതും വിമർശിക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള രീതിയിൽ കൈകാര്യം ചെയ്യാവുന്ന ഒന്നാണോ ഇത്? അതിനപ്പുറം എന്തെങ്കിലും വ്യാപ്തിയുണ്ടോ? ഡോക്ടർ C. രാമകൃഷ്ണൻ. എനിക്ക് തോന്നുന്നത് നമ്മളിത് കുറച്ചും കൂടെ വിശാലമാനത്തിൽ കാണേണ്ടതുണ്ട്. ദേശീയ വിദ്യാഭ്യാസ നയം വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. എന്താ ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ കോർ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്? ഒന്നെല്ലാം കേന്ദ്രീകരിക്കണം. രണ്ടാമത് ഇതെല്ലാം തന്നെ കോർപ്പറേറ്റൈസ് ചെയ്യണം, അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യണം. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്റ്റേറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാവുന്ന പിന്നെ സ്വാഭാവികമായും വർഗീയവൽക്കരണത്തിൻ്റെ എലിമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് ആ നയം വരുമ്പം തന്നെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ശങ്കിച്ചതാണ്. അങ്ങനെ പല മാനങ്ങളുമുണ്ട്. ഇതൊരു തുടക്കം മാത്രമാണ്. ഇത് കേവലം ഇതിൽ മാത്രം നിൽക്കുന്ന ഒരു സംഗതിയായിട്ട് ഏതായാലും ഞാൻ കാണുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ പ്രധാനപ്പെട്ട 4 തൂണിൻ്റെ മേലെ നിൽക്കുന്ന ഒരു ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഉള്ളിൽ ഇത് സ്വാഭാവികമാണ്. ഇതെന്താ കാരണം NTA എന്ന് പറയുന്നത് എന്താണ്? അതൊരു അക്കാദമിക് ബോഡി അല്ല. കഴിഞ്ഞ തവണ പരീക്ഷ നടത്തിയ ബോഡി അല്ലല്ലോ ഇത്തവണ നടത്തുന്നത്. NTA ഞാൻ മനസ്സിലാക്കിയിടത്തോളം നീറ്റ് ആദ്യമായിട്ടാണ് നടത്തുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ഇത് കഴിഞ്ഞ പ്രാവശ്യം വരെ CBSE മറ്റെല്ലാം നടപ്പിലാക്കിയത്. അപ്പോൾ ഇതൊരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് എന്നുള്ളതിലപ്പുറത്തേക്ക് ഇതിനെ കാണേണ്ട കാര്യമില്ല. വിദ്യാഭ്യാസം തന്നെ ചരക്കായി മാറുമ്പോൾ എങ്ങനെ പെട്ടെന്ന് ലാഭം ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണല്ലോ. അപ്പോൾ അതിൻ്റെ മാർഗ്ഗങ്ങൾ സ്വാഭാവികമായും ഇതിൻ്റെ ഉള്ളിലെല്ലാം ആന്തരികമായിട്ട് ഉരുത്തിരിഞ്ഞ് വരും. അങ്ങനെ വരുമ്പം ഒരു താൽക്കാലികമായി ഉണ്ടാവുന്ന ഒരു പഴുതടക്കലെന്നോ ഇല്ലെങ്കിൽ നമ്മൾ ജനങ്ങളെ പ്രീതിപ്പെടുത്താൻ എന്നുള്ള രീതിയിൽ കാണുന്നതിലൊന്നിലപ്പുറത്തേക്ക് ഇതിനെ കാണേണ്ടതില്ല. ഇതിൽ നമ്മൾ ഡോക്ടർ രാമകൃഷ്ണൻ, അപ്പോൾ താങ്കൾ എന്താണ് പറയുന്നത്? പുത്തൻ വിദ്യാഭ്യാസ നയത്തിൻ്റെ അലകും പിടിയും മാറേണ്ടതുണ്ട്. അതിൻ്റെ വിദ്യാഭ്യാസം ഒരു മാർക്കറ്റ് പ്രോഡക്റ്റാക്കി മാറ്റുക, ഒരു ചന്ത വിഭവമാക്കി മാറ്റുക എന്നതിൻ്റെ നയം മാറേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഈ പരീക്ഷാ രീതി മുഴുവൻ
പൊളിച്ചെഴുതിക്കൊണ്ട് മറ്റേത് സമ്പ്രദായത്തിലേക്ക് പോകണം എന്നാണ് താങ്കൾ പറയുന്നത്? ഒരു കാലത്ത് പഠിച്ചിറങ്ങുന്ന, ഞാനൊക്കെ പഠിച്ചിറങ്ങുന്ന സമയത്ത് അങ്ങനെയായിരുന്നു, പഠിച്ചിറങ്ങുന്ന ആ മാർക്ക് വെച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ ചേരാം. പിന്നീടാണ് എൻട്രൻസ് വന്നത്, പിന്നീടാണ് അത് ഏകീകരിക്കപ്പെട്ടത്. ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന നയത്തിനനുസരിച്ചാണ് ഈ സമിതി NTA ഉണ്ടായത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. 2017 അതുണ്ടായത്. അത് മുഴുവൻ റദ്ദാക്കിക്കൊണ്ട് പഴയ രീതിയിലേക്ക് തിരിച്ചുപോയി പുതിയ സമ്പ്രദായത്തിൽ അത് നടപ്പാക്കണം എന്നാണോ താങ്കൾ നിർദ്ദേശിക്കുന്നത്? നമുക്കത് ഇത് കാണാം. ഈ നീറ്റ് എന്ന് പറയുന്ന സംവിധാനം നമ്മുടെ ഭരണഘടനാ ബെഞ്ച് 2016 ഇതിനെ ആദ്യം 2013 സുപ്രീം കോടതി തന്നെ ഇത് സ്റ്റേ ചെയ്തിരുന്നു, ഒരു 115 ഹർജി എല്ലാം വെച്ചുകൊണ്ട്. അത് കഴിഞ്ഞ് 2016 നോക്കിയപ്പോൾ എന്തെല്ലാം പ്രഖ്യാപിച്ചത്? കാരണം നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ട ഒരു ആവശ്യമുണ്ട് യഥാർത്ഥത്തിൽ. അന്ന് പ്രഖ്യാപിച്ചതെന്ന് പറഞ്ഞാൽ പ്രവേശനം സുതാര്യമാവും. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, പ്രവേശനം മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാവും. മൂന്നാമത്തെ കാര്യം, നിർബന്ധിത പിരിവുണ്ടാവില്ല. നാലാമത്തെ കാര്യം, കുട്ടികൾക്ക് പലതരത്തിലുള്ള എൻട്രൻസ് പരീക്ഷ എഴുതേണ്ടതില്ല. നോക്കണം, കുട്ടികളുടെ പക്ഷം, അവസാനം കുട്ടികളുടെ പക്ഷം. ഇങ്ങനെ ഉണ്ടാവുന്ന ചില കാര്യം എന്താ സംഭവിച്ചത് നമുക്കറിയാമല്ലോ. സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കോച്ചിങ് സെൻറ്റേഴ്സിൻ്റെ പ്രളയമാണ് ഉണ്ടായത്. കാരണം മത്സരം മുറുകി. അതേപോലെ തന്നെ സുതാര്യത എന്ന് പറയുന്ന ഒന്ന് ഇല്ലാതായി. മെറിറ്റ് എന്ന് പറയുന്നതിന് എന്തായാലും 0% കിട്ടിയാലും രക്ഷിതാവിൻ്റെ കീശയിൽ പൈസ ഉണ്ടെങ്കിൽ ഏത് പ്രൈവറ്റ് കോളേജിൽ നിന്നും വാങ്ങാവുന്ന ചരക്കായി ഇതിനെല്ലാം മാറി. ഇത് നമ്മൾ കേട്ട വിധിന്യായവും അതിൻ്റെ തുടർന്നുണ്ടാകുന്ന പ്രഖ്യാപനവും ഇന്ന് അതിന് പറ്റുന്ന രീതിയിലൊരു നയരൂപീകരണം വരുമ്പോൾ നമ്മൾക്ക് ഇതിൽ നിന്ന് അപ്പുറം എന്താ പ്രതീക്ഷിക്കേണ്ടത്? ഇതാ ബേസിക്കായ പ്രശ്നം. അതാണ് ഞാൻ പറയുന്നത്. ഇതിൻ്റെ ഇത് കേവലം ഒന്ന് സംഭവിച്ചു പോയത് എന്നുള്ളതല്ല. ഇതിൽ ഒരുപാട് പഴുതുകളുള്ള, ഇനിയും ഒരുപാട് കാര്യങ്ങൾ നടത്താൻ ഇനിയിപ്പം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി എന്ന് പറയുന്നത് കോളേജിൽ അഡ്മിഷനിൽ എൻട്രൻസ് എക്സാമിനേഷൻ നടത്താൻ പോകുകയെന്നാണ് നയം പറഞ്ഞിട്ടുള്ളത്. നമ്മൾ തൊട്ടടുത്ത കോളേജിലെ അഡ്മിഷൻ അടക്കം നടത്താൻ പോകുന്നത് NTA ആണ്. ഈ NTA വെച്ചിട്ടാണ് ഞാൻ കാസർഗോഡ് വരുന്നത്. എൻ്റെ തൊട്ടടുത്ത വീടിനടുത്തുള്ള നെഹ്റു കോളേജിൽ എൻ്റെ നാട്ടുകാർക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആർക്കാ കിട്ടുക. അപ്പം ഈ രീതിയിലുള്ള അമിത കേന്ദ്രീകരണത്തിൽ വ്യക്തമാണ്. താങ്കളുടെ വികാരവും അതുപോലെ തന്നെ വ്യക്തമാണ്. ഞാൻ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് RS രാജീവ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. ഇങ്ങനെയാണ് പല കോണുകളിൽ നിന്നും അഭിപ്രായം ഉയരുന്നത്. നമ്മളെല്ലാവരും നമ്മുടെ കക്ഷി രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ഇരിക്കെ തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വിദ്യാഭ്യാസം. അത് ഏതൊരു മനുഷ്യൻ്റെയും അടുത്ത തലമുറയ്ക്ക് നൽകാനുള്ള ഒരു വലിയ സ്വപ്നത്തിൻ്റെ ഒരു ഭാഗമാണത്. മഹാത്മാഗാന്ധിയോട് ഒരിക്കൽ ഒരു പത്രലേഖകൻ ചോദിച്ചു, താങ്കളുടെ ഏറ്റവും വലിയ സംഭാവന എന്താണ് എന്ന്. ഒരു നിമിഷം പോലും കാക്കാതെ അദ്ദേഹം പറഞ്ഞത് ദേശീയ വിദ്യാഭ്യാസ നയമാണ് എന്നാണ് പറഞ്ഞത്. അവിടെ നിന്ന് നമ്മൾ എത്ര മാറിപ്പോയി. സുതാര്യതയുടെ കാര്യം പറഞ്ഞ്, യോഗ്യതയുടെ കാര്യം പറഞ്ഞ് നമ്മൾ എവിടെയാണ് എത്തിപ്പെട്ടിരിക്കുന്നത് എന്നത് ആലോചിക്കേണ്ടതല്ലേ? ഇപ്പോൾ തന്നെ പുറത്തു വന്ന വാർത്തകൾ കൈകാര്യം ചെയ്യുന്നവരാണ് ഞങ്ങൾ. നിത്യേന അഹിതമായ വാർത്തകൾ ഒട്ടേറെ വരാറുണ്ട്. പക്ഷേ ഞങ്ങളൊക്കെ ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള വാർത്തകളാണ് വന്നിരിക്കുന്നത്. പാറ്റ്നയിൽ ഒരു വിസിൽ ബ്ലോവർ, ഒരു വിവരം കൊടുക്കുന്ന ആൾ പറഞ്ഞിട്ടാണ് ഈ വിവരം പോലീസ് ചെന്ന് അന്വേഷിക്കുന്നത്. അവിടെ 30 പേർ കൂടിയിരിക്കുന്നു. 3 പേരെ കിട്ടി. അവർ നൽകിയ സൂചനയനുസരിച്ച് ഒരു കേന്ദ്രത്തിലേക്ക് ചെന്നപ്പോൾ 30 വിദ്യാർത്ഥികൾ കൂടിയിരിക്കുന്നു. അവർക്ക് ചോദ്യവും ഉത്തരവും കൊടുക്കുകയാണ്. ചോദ്യ പേപ്പറിന് 6 ലക്ഷം രൂപയാണ് വാങ്ങുന്നത് എന്നാണ് കേട്ടത്. പരീക്ഷ തുടങ്ങുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ്. ഉത്തരം അടക്കം കൊടുക്കുകയാണ്. 30 മുതൽ 35 ലക്ഷം രൂപ വരെ കൊടുത്തു എന്നാണ് നമ്മൾ അറിയുന്നത്. എവിടെയാണ് നമ്മുടെ നാടെത്തുന്നത്? തന്തയും തള്ളയുമൊക്കെ ആരുടെയെങ്കിലും കഴുത്ത് വെട്ടി കുറച്ച് കാശുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മക്കളെ ആരുമാക്കാം. അവരെ ഡോക്ടർമാരാക്കാം, അവരെ എഞ്ചിനീയർമാരാക്കാം, അവരെ അടുത്ത തലമുറയെ പഠിപ്പിക്കുന്ന കോളേജ് അധ്യാപകരാക്കാം എന്ന തരത്തിലേക്ക് നമ്മുടെ നാട് അധപ്പതിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചാൽ മതിയോ? ഇങ്ങനെ ഇരുന്നാൽ മതിയോ? ഇത്തരത്തിൽ ചിന്തിച്ചാൽ മതിയോ? ഒരു പരിഹാരം, ഒരു തിരുത്തൽ നടപടി, അടിമുടി തിരുത്തുന്ന ഒരു തിരുത്തൽ നടപടി ആവശ്യപ്പെടുന്ന ഒരു ദേശീയ ഘട്ടത്തിലല്ലേ നമ്മൾ എത്തി നിൽക്കുന്നത്? ഡോക്ടർ രാജീവ്, ഞാൻ താങ്കളിലെ പൊതുപ്രവർത്തകനോട് ചോദിക്കുകയാണ്. ഇന്ന് നമ്മുടെ HRD മിനിസ്റ്റർ ശ്രീ ധർമ്മേന്ദ്ര പ്രധാനും പറഞ്ഞൊരു കാര്യം, സമരമല്ല സമന്വയമാണ് ഇതിനാവശ്യം. കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ കേരളത്തിനകത്ത് ഉൾപ്പെടെ
ഈ മെഡിക്കൽ കോഴ്സുകൾ കച്ചവടമല്ലായിരുന്നു. സ്വന്തം താല്പര്യം അനുസരിച്ച് കട്ട് ഓഫ് മാർക്ക് വരെ അവർ നിശ്ചയിക്കുന്നു, അവർക്ക് ഇഷ്ടമുള്ളവരെ കയറ്റുന്നു, കോടികളാണ് അതുവഴി പോയിക്കുന്നത്. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ കച്ചവടം എല്ലാ സ്റ്റേറ്റുകളിലും നടന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനൊരു സുതാര്യത വരുത്തണം എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു ഏകീകരണം കൊണ്ടുവന്നത്. സുതാര്യത വന്നോ രാജീവേ? അതല്ലേ നമ്മൾ ഞാൻ ഒന്ന് പറയട്ടെ, സുതാര്യതയുടെ പേരിൽ തന്നെയാണ് ഇത് വന്നതും. കാര്യങ്ങൾ നടന്ന കഴിഞ്ഞ 2014 മുതൽ 2024 വരെ 23 വരെ ഇതിനൊരു പഴുതും ഇല്ലായിരുന്നു. അങ്ങനെ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇപ്പോൾ ബീഹാറിൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അവിടെ നിന്ന് പിടിക്കപ്പെട്ട നമ്മൾ മനസ്സിലാക്കണം, അതിന് രാഷ്ട്രീയം പറഞ്ഞു പോകുന്നതല്ല. അവിടെ തേജസ്വിനി യാദവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടുള്ള പ്രദീപ് കുമാറിനെയാണ് പിടിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ മൊഴി അടിസ്ഥാനത്തിൽ സിക്കന്ദർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ വീടുമായിട്ടും തേജസ്വിനി യാദവിൻ്റെ വീടുമായിട്ടും ബന്ധമുള്ള ആളാണ് സിക്കന്ദർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വശത്തു നിന്നാണ് ഇത് പോയിരിക്കുന്നത് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട്. ഒരു വാർത്ത കക്ഷി രാഷ്ട്രീയത്തിലേക്ക് ആനന്ദിനെ ബീഹാർ ഉപമുഖ്യമന്ത്രി കൂടിയായ സമ്രാട് ചൗധരി ആദരിക്കുന്ന ദൃശ്യങ്ങൾ ഇന്നത് പുറത്തു വന്നിട്ടുണ്ട്. ഏത് രാഷ്ട്രീയ കക്ഷിയുടെയാണെന്ന് ഞാൻ താങ്കളോടുള്ള ബഹുമാനം കൊണ്ട് പറയുന്നില്ല. പക്ഷേ കക്ഷി രാഷ്ട്രീയമായി ഇതിനെ കാണിക്കേണ്ടതുണ്ട്. താങ്കൾക്ക് തുടരാം, എന്തും പറയാം. ഞാൻ രാഷ്ട്രീയമല്ല പറഞ്ഞു വരുന്നത്. അതൊന്ന്. രണ്ട്, ഇപ്പം പിടികിട്ടാൻ ഉള്ള പ്രധാനപ്പെട്ട കണ്ണി, ആ കണ്ണിയുടെ സഹോദരൻ എന്ന് പറയുന്നത്, മകൻ എന്ന് പറയുന്നത് നേരത്തെ 2022 മെയ് 15 നടന്ന ബീഹാർ PSC എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് ചോദ്യപേപ്പറിൽ ചോർച്ചയിൽ പ്രതിയായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരു ചെറിയ തരത്തിലുള്ളൊരു ഗൂഢസംഘം ഉണ്ട്. ഈ ഗൂഢസംഘത്തിന് വിധേയമായി പ്രവർത്തിക്കുന്ന, സാമ്പത്തിക ലാഭത്തിന് വേണ്ടി വിധേയമായി പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ചില ഉദ്യോഗസ്ഥന്മാർ. രാജീവ്, ചെറിയ ഗൂഢസംഘം, ചെറിയ ഉദ്യോഗസ്ഥർ എന്ന് പറയാൻ പറ്റുമോ? ഞാൻ ദേശീയ തലത്തിൽ നടത്തുന്ന ഒരു പരീക്ഷ ആണെന്നേ, തന്ത്ര രഹസ്യ സ്വഭാവം പുലർത്തിക്കൊണ്ട് അത് ശരിയാണെന്നേ എത്തുന്ന ഒരു പരീക്ഷ. ചിലർ കാശ് വാരിയെറിഞ്ഞാൽ ചില ഉദ്യോഗസ്ഥർ അങ്ങനെയാണല്ലോ. ഇങ്ങനെ എത്തുമോ? ഒരു ചെറിയ ഗൂഢസംഘം എന്ന ആ പ്രയോഗം തിരുത്താനുള്ള ഒരു അവസരം താങ്കൾക്ക് തരികയാണ്. തിരുത്തതല്ല. NB ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ബീഹാർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് തുടങ്ങിയ ഒരു കാര്യമാണ്. ഇന്ന് വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ജാർഖണ്ഡിലാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതെന്ന് പറയുന്നത്. എന്ത് തന്നെയാകട്ടെ, പക്ഷേ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇതില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു സംവിധാനം ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതൊരു ഗൂഢസംഘമാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അതാണ്. നമ്മൾ മനസ്സിലാക്കണം, എല്ലായിടത്തും ഇത് വ്യാപകമായിട്ട് നടന്നിട്ടുള്ളൊരു വിഷയമല്ല. അപ്പോൾ ബീഹാറിൻ്റെ പ്രദേശത്ത് നിന്നുണ്ടായിട്ടുള്ള കുറച്ച് ആൾക്കാർ ചേർന്ന് ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചിട്ടുണ്ട്, ഇല്ലാതെ ഇത് പുറത്തു വരില്ലല്ലോ. അപ്പോൾ സ്വാധീനിച്ചുകൊണ്ട് പണത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യമാണ് അത്. പൂർണ്ണമായിട്ടും ഞാൻ നമ്മുടെ മന്ത്രി തന്നെ പറഞ്ഞൊരു കാര്യം, ഈ വരുന്ന വിദ്യാർത്ഥികളുടെ സംരക്ഷണം, അവരുടെ ഇത്രയും കഷ്ടപ്പാടുകൾ, ആ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരെ പോലെ തന്നെ ഞങ്ങളും അതേ ആ ദുഃഖത്തിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഈ സംഭവിച്ചതിൽ ഞങ്ങൾക്ക് വിഷമമുണ്ട്. ഞങ്ങളത് പറയുന്നില്ല, ഞങ്ങളതിനെ ന്യായീകരിക്കാൻ വരുന്നില്ല. ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടെന്ന് നമ്മുടെ HRD മിനിസ്റ്റർ തുറന്നു പറയുകയും ചെയ്തു. കാരണം രാജ്യത്തുണ്ടായിട്ടുള്ള ഇതുവരെ കേട്ടുകേൾവിയില്ലാത്തുള്ള ഒരു സംവിധാനം ഈ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ 10 വർഷത്തിനകത്ത് കേട്ടുകേൾവിയില്ലാത്ത ഒരു കാര്യമാണ് ഇത് നടന്നിട്ടുള്ളത്. അപ്പോൾ പോലീസ് അന്വേഷണം നടക്കും, ഈ കമ്മിറ്റി അന്വേഷിച്ച് കാര്യങ്ങൾ തിരുത്തും. അതിൽ തന്നെ താങ്കൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറഞ്ഞല്ലേ, കുറ്റക്കാരെ പിടിക്കാൻ പോലീസ് അല്ലാതെ പിന്നെ ആരാണ്? അന്വേഷണം ഞാൻ പറഞ്ഞല്ലോ, ധർമ്മേന്ദ്ര പ്രധാന്റെ നേതൃത്വത്തിൽ HRD മിനിസ്റ്റർ നേരിട്ട് മോണിറ്റർ ചെയ്താണ് നടക്കുന്നത്. ബീഹാറിൽ നിന്ന് കൃത്യമായിട്ട് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. കാരണം ഇതിന്റെ യഥാർത്ഥ സ്രോതസ്, കാരണം എന്ന് വെച്ചാൽ ഇതിവിടം കൊണ്ട് തീരണം. ഇത് ഇനി രാജ്യത്ത് നടപ്പിലാക്കാതിരിക്കാനുള്ള ഒരു ഇത് എന്നത്തേക്കുമായിട്ടുള്ള അവസാനത്തതായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ട് ഈ കുറ്റകൃത്യം മാറണമെങ്കിൽ ഇതിൻ്റെ അവസാനത്തെ വ്യക്തിയെ പിടിക്കണം. അതിനുവേണ്ടി നിയമപരമായിട്ടുള്ള പോരാട്ടം ഒരു വശത്ത് നടക്കുന്നുണ്ട്. മറ്റു തരത്തിൽ, കാരണം നിങ്ങൾ പറയും പോലെ HRD മിനിസ്ട്രി എന്ന് കഴിഞ്ഞ 3-4 ദിവസം കൊണ്ട് ആഘോഷിക്കുകയല്ല, അവർക്കൊണ്ട് വിഷമം. ഒരു മിനിസ്ട്രി എന്ന നിലയ്ക്ക് അവർക്ക് വിഷമമുണ്ട്. ഇത് പരിഹരിക്കാൻ, ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാനുള്ള മാർഗങ്ങൾ ഓരോന്നായിട്ട് വരികയാണ്. അത് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ്, വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾക്ക് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് അഡ്വക്കേറ്റ് രാജീവ് താങ്കളുടെ നിലപാട്. ഇത് അഡ്വക്കേറ്റ് RS രാജീവ് BJP പ്രതിനിധിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് എങ്കിലും അദ്ദേഹം പറയുന്നത് ഇന്ത്യൻ ഭരണകൂടം ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ് അദ്ദേഹം അർത്ഥശങ്കയ്ക്ക് ഇടയില്ലാത്ത വിധം ഇവിടെ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ലോകതലത്തിൽ തന്നെ ഇപ്പോൾ വിദേശ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലോകതലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഈ ദേശീയ കുംഭകോണത്തിൻ്റെ കാര്യത്തിൽ ഇതും മതിയോ? ബീഹാറിൽ മാത്രം നടന്ന
ഏതാനും വ്യക്തികൾക്ക് മാത്രം ചോദ്യപേപ്പർ കിട്ടിയ ഒരു നടപടിയാണോ ഇത്? തുടർച്ചയായി നെറ്റിൽ ഒക്കെ ഇത് വരുന്നു, കൂടുതൽ പരീക്ഷകൾ റദ്ദാക്കിക്കൊണ്ടിരിക്കുന്നു, അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. രാജീവ്, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഷിജു ഖാൻ, താങ്കൾക്ക് ഇടപെടാനും കൂട്ടിച്ചേർക്കാനും ഉള്ള ഒരു സ്ഥിതിയാണ് ഇത്. ഭരണകൂടത്തിൻ്റെ അഭിപ്രായങ്ങൾ, ദേശീയ ഭരണകക്ഷിയുടെ ഭരണചേരിയുടെ അഭിപ്രായങ്ങൾ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. പ്രതിപക്ഷം ഇതെങ്ങനെ കാണുന്നു? പ്രതിപക്ഷം ഇപ്പോൾ ജനങ്ങളുടെ വികാരം മുറിവേറ്റിട്ടുണ്ടെങ്കിൽ അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരേണ്ടത് പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷത്തിൻ്റെ ശബ്ദം, ഇടപെടൽ ഈ സംഭവത്തിൽ എങ്ങനെയാണ്? ഷിജു ഖാൻ. ഇത് ഒരു ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്നുള്ള തെറ്റാണെന്നും ചില ഗൂഢസംഘങ്ങൾ ഇതിനായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അവരെ ഒക്കെ പിടിക്കാൻ ഗവൺമെൻറ് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഒക്കെയാണ് BJPയുടെ പ്രതിനിധി ഇവിടെ വിശദീകരിച്ചത്. പിന്നെ അദ്ദേഹം ബീഹാറിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പോൾ ഗുജറാത്തിൽ നടന്ന സംഭവങ്ങളെ സംബന്ധിച്ച വാർത്തകൾ വരുന്നുണ്ടല്ലോ. ഉത്തർപ്രദേശിലും മഹാരാഷ്ട്രയിലും നിരവധി വാർത്തകൾ അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. ജാർഖണ്ഡിലെ വാർത്ത പുറത്തു വരുന്നുണ്ടല്ലോ. ഇനി നീറ്റിൽ മാത്രമാണോ ഇതൊക്കെ സംഭവിക്കുന്നത്? അല്ല, ഈ നെറ്റ് പോലുള്ള പരീക്ഷ വളരെ പ്രാധാന്യമുള്ള പരീക്ഷയല്ലേ? നമ്മുടെ അസിസ്റ്റൻറ്റ് പ്രൊഫസർ തസ്തികയിലേക്കുള്ള അടിസ്ഥാന യോഗ്യതയല്ലേ? റിസർച്ചിലേക്കുള്ള അടിസ്ഥാന യോഗ്യതയല്ലേ? അതോടൊപ്പം പിന്നെ നമ്മുടെ രാജ്യത്തെ JRF പോലുള്ള ഏറ്റവും ഉയർന്ന ഫെലോഷിപ്പിൻ്റെ യോഗ്യതയല്ലേ? ആ നെറ്റ് പരീക്ഷ എങ്ങനെയാണ് അതിൻ്റെ ചോദ്യങ്ങൾ ഡാർക്ക് നെറ്റിൽ പ്രസിദ്ധീകരിക്കുന്നത്, അത് ടെലിഗ്രാമിൽ പ്രചരിക്കുന്നത്, അത് സൈബർ കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്ന ഏജൻസി പിന്നീട് അത് മനസ്സിലാക്കുകയും പിന്നെ പരീക്ഷ റദ്ദാക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ഇത് നീറ്റിൽ മാത്രം ഉണ്ടായ സംഭവമാണോ? UGC നെറ്റ് മാത്രമല്ല, CSIR നെറ്റ് എങ്ങനെയാണ് റദ്ദാക്കുന്നത്? ഇനി നീറ്റിൻ്റെ കാര്യത്തിൽ ഉണ്ടായ ഈ അട്ടിമറി സംശയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി അംഗീകരിച്ചിരുന്നോ? കേന്ദ്രമന്ത്രി അംഗീകരിച്ചിരുന്നോ? ഗ്രേസ് മാർക്കിനെ കുറിച്ച് ഉണ്ടായ വിവാദ സമയത്ത് അത് ഒരു ക്വസ്റ്റ്യൻ ഫിസിക്സിൻ്റെ ഔട്ട് ഓഫ് സിലബസിൽ നിന്നായതുകൊണ്ട് ഗ്രേസ് മാർക്ക് കൊടുത്തതുകൊണ്ടാണ് ഇത്രയും പേർക്ക് 67 പേർക്ക് 1ാം റാങ്ക് കിട്ടിയത് എന്നതടക്കമുള്ള ചില തട്ടിപ്പ് മറുപടികളല്ലേ ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം നെഗറ്റീവ് മാർക്കുള്ള പരീക്ഷയിൽ എങ്ങനെയാണ് ഇതിൻ്റെ മാർക്കുകൾ 2ാം റാങ്കിലേക്ക് വരുമ്പോൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത വിധമുള്ള മാർക്കുകൾ എങ്ങനെയാണ് കുട്ടികൾക്ക് ലഭിക്കുന്നത്? ഇത് വലിയ ചർച്ച രാജ്യത്ത് ഉയർന്നില്ലേ? അന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി തങ്ങൾക്ക് പറ്റിയ തെറ്റ് അംഗീകരിച്ചോ? ഇല്ല. കേന്ദ്ര ഗവൺമെൻറ് അംഗീകരിച്ചോ? ഇല്ല. ഒടുവിൽ സുപ്രീം കോടതിയിൽ കുട്ടികൾ പോയതിന് ശേഷമല്ലേ ഇക്കാര്യത്തിൽ സംഭവിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്ന് പരിശോധിക്കാനെങ്കിലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയും കേന്ദ്ര ഗവൺമെൻറ്റും തയ്യാറായത്? അപ്പോൾ ഏതെങ്കിലും ഒരു ഗൂഢസംഘത്തിന് കടന്നു കയറാൻ കഴിയുന്ന ഒന്നായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷ അങ്ങനെ മാറാമോ? ഇനി ബീഹാറിനെ സംബന്ധിച്ച് മാത്രം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇതിനകത്ത് പഴുതുകളുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ ബീഹാറിലെ ഗൂഢസംഘം മാത്രമല്ല ഇതിനകത്ത് ഈ പഴുത് അന്വേഷിക്കുന്നത്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ പരീക്ഷയിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുത്താൽ ക്വസ്റ്റ്യൻ കിട്ടുമെന്ന് മനസ്സിലാക്കിയാൽ ബീഹാറിലെ 6 പേര് മാറി നിന്ന് ഒരു ഗൂഢസംഘമായി പ്രവർത്തിക്കും പോലെ മഹാരാഷ്ട്രയിലും ഇത് സംഭവിക്കും, ഇത് ഹരിയാനയിലും സംഭവിക്കും, ഇത് UPയിലും സംഭവിക്കും, ഇത് ജാർഖണ്ഡിലും സംഭവിക്കും. ഇതൊക്കെ സംഭവിച്ചല്ലോ. അങ്ങനെയല്ലേ ഇതെല്ലാം പുറത്തു വരുന്നത്? അങ്ങനെ അനധികൃതമായി ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു, അനധികൃതമായിട്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആളുകളെ ജയിപ്പിച്ചെടുക്കുന്നു, അസാധ്യമായ മാർക്കുകൾ കുട്ടികൾക്ക് ലഭിക്കുന്നു. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരിടത്ത് കുറച്ചാളുകൾ തങ്ങൾ കണ്ടുപിടിച്ച ഒരു കുബുദ്ധിയിൽ നിന്ന് നടന്ന അട്ടിമറിയല്ല. BJPയുടെ പ്രതിനിധി ഇത് മനസ്സിലാക്കണം. 4 or 5 പേർ എവിടെയെങ്കിലും ഇരുന്ന് കൂടിയാലോചിച്ച് നടത്തിയിട്ടുള്ള ഒരു സാധാരണ അട്ടിമറിയല്ല. നിങ്ങളുടെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഒരു വിശ്വാസ്യതയും ഈ രാജ്യത്തെ ജനങ്ങൾ ഇനി കൽപ്പിക്കാത്ത വിധം, അതാണ് നീറ്റ് അട്ടിമറി, അതാണ് നെറ്റ് അട്ടിമറി, അതാണ് CSIR നെറ്റിൻ്റെ അട്ടിമറി എന്ന് പറഞ്ഞാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് ഇങ്ങനെ ചില ഗൂഢസംഘങ്ങൾ കടന്നു വന്നാൽ പ്രതിരോധിക്കാൻ കഴിയും വിധത്തിലുള്ള സാങ്കേതികമോ ഭരണപരമോ അക്കാദമികമോ ആയ മികവില്ല.
അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഞാൻ ഒരു സ്ഥാപനത്തെ, പ്രത്യേകിച്ച് ദേശീയ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെക്കുറിച്ച് കമൻ്റ് ചെയ്യുമ്പോൾ ഞാൻ സംയമനം പാലിക്കണം. പക്ഷേ 24 ലക്ഷം കുട്ടികളെ പെരുവഴിയിൽ ആക്കിയില്ലേ? അതല്ലേ നീറ്റിന്റെ അട്ടിമറി? യുഗൻ, അത് തന്നെയാണ് 11 പ്രശ്നം. ലക്ഷത്തിലധികം പേർ നെറ്റിന്റെ ഒരു ദേശീയ സ്ഥാപനമാണ് എന്ന തരത്തിലുള്ള മാന്യത മുഴുവൻ കൊടുത്തുകൊണ്ട് തന്നെ ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയെ കുറിച്ച് നമ്മളിപ്പോൾ സംസാരിക്കേണ്ട ഘട്ടമായിട്ടാണ്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പരീക്ഷകൾ 25 എണ്ണം നടത്തുന്ന ഒരു സ്ഥാപനമാണ്. 2017 ഇത് വന്നത്. നേരത്തെ ഡോക്ടർ രാമകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു രാജ്യം ഒരു പരീക്ഷ, അങ്ങനെ ഒരുപാട് ഒരുകളുണ്ടല്ലോ നമുക്ക്. ഒരു രാജ്യം ഒരു ഭാഷ, ഒരു രാജ്യം ഒരു നേതാവ്, ഒരു രാജ്യം ഒരു പ്രത്യയശാസ്ത്രം, അത്തരത്തിലുള്ള ഒരുപാട് പറച്ചിലുകളുണ്ടല്ലോ. ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഞാൻ ഒറ്റ കാര്യം കൂടി നിങ്ങളുടെ വാസ്തവത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളടക്കം ഇതുവരെയും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം ഞാൻ ശ്രദ്ധപ്പെടുത്തുകയാണ്. അതായത് UGC ഒരു 3 മാസം മുമ്പ് ഒരു പബ്ലിക് നോട്ടീസ് പുറപ്പെടുവിക്കുകയുണ്ടായി. UGCയുടെ പബ്ലിക് നോട്ടീസിൽ പറയുന്നത് ഇനി ഈ നെറ്റ് പരീക്ഷയായിരിക്കണം നമ്മുടെ ഗവേഷണത്തിനടക്കം മാനദണ്ഡമാക്കേണ്ടത്. അതായത് നേരത്തെ സ്റ്റേറ്റ് ലെവലിൽ എൻട്രൻസ് പരീക്ഷകൾ ഉണ്ടായിരുന്നതിനെ മുഴുവൻ നിർത്തലാക്കിയിട്ടാണ് നീറ്റ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വന്നതെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ ഗവേഷണത്തിനു വേണ്ടി യൂണിവേഴ്സിറ്റികൾ PhD എൻട്രൻസ് പരീക്ഷകൾ നടത്തുന്നുണ്ട്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള മിക്കവാറും സർവകലാശാലകൾ അതത് PhD പരീക്ഷകൾ, എൻട്രൻസ് പരീക്ഷകൾ നടത്തുകയാണ്. കേരള സർവകലാശാലയും PhD എൻട്രൻസ് പരീക്ഷ നടത്തുകയാണ്. UGC പുറപ്പെടുവിച്ച ഒരു പബ്ലിക് നോട്ടീസ് പറയുന്നത് എന്താണെന്നറിയൂ? ഇനിമേൽ നമ്മുടെ ഗവേഷണത്തിന് ഈ നെറ്റിൻ്റെ സ്കോർ അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾ ആളുകൾക്ക് പ്രവേശനം കൊടുത്താൽ മതി. കാരണം കുട്ടികൾ ഒരുപാട് പേർ പല പരീക്ഷകൾ PhD എൻട്രൻസിന് വേണ്ടി എഴുതുകയാണ്. അതുകൊണ്ട് ഇനിയിപ്പോൾ PhD എൻട്രൻസ് പരീക്ഷയൊക്കെ നമ്മൾ അവസാനിപ്പിച്ച് നെറ്റിൻ്റെ സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ മതി PhD പ്രവേശനം. ശ്രീ NP ചന്ദ്രശേഖരൻ, ഞാൻ സംശയിക്കുന്നത് ഈ നെറ്റ് പരീക്ഷയിൽ നടന്ന അട്ടിമറിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഉറപ്പിച്ചു പറയാൻ ആഗ്രഹിക്കുന്നത് യൂണിവേഴ്സിറ്റികളിലെ PhD എൻട്രൻസ് പരീക്ഷകൾ ഇല്ലാതാക്കുകയും യൂണിവേഴ്സിറ്റികളുടെ അധികാരങ്ങൾ കവർന്നെടുക്കുകയും ഇത്തരം NTA പോലെ വിശ്വാസ്യതയില്ലാത്ത സ്ഥാപനങ്ങൾ നെറ്റടക്കം നടത്തി നമ്മുടെ കുട്ടികളെ വെല്ലുവിളിക്കും. അതാണ് ഈ PhD എൻട്രൻസ് പരീക്ഷ വേണ്ട എന്ന നിലപാടിലേക്ക് UGC എത്തുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം. കേരള യൂണിവേഴ്സിറ്റിയിൽ ഇത് നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഫയൽ വന്നപ്പോൾ ഞങ്ങൾ ശക്തമായ നിലപാടെടുത്തു. PhD എൻട്രൻസ് പരീക്ഷ ഇല്ലാതാക്കുന്നത് ശരിയല്ല. PhD എൻട്രൻസ് പരീക്ഷ നമ്മുടെ യൂണിവേഴ്സിറ്റികൾ വേണ്ട എന്ന് UGCയുടെ ഈ തീരുമാനം ശരിയല്ല എന്ന നിലപാട് ഞങ്ങൾ സ്വീകരിച്ചു. വാസ്തവത്തിൽ പടിപടിയായി സർവകലാശാലകളെ അവരുടെ അധികാരത്തെ ഇല്ലാതാക്കുക, എന്നാൽ അന്തസ്സായി പരീക്ഷ നടത്താനുള്ള കഴിവ് ഈ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. വളരെ സംശയാസ്പദമാണ് ഇപ്പോൾ രാജ്യത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾ എന്നതുപോലെ ഇതും സംശയാസ്പദമാണ്. അല്ലെങ്കിൽ തന്നെ ഇത്തരത്തിലൊരു പരിഗണന കൊടുത്തില്ലെങ്കിൽ പോലും നെറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു പരീക്ഷയാണെന്ന് നമുക്കറിയാം. നമ്മുടെ കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരെ തിരഞ്ഞെടുക്കുന്ന പരീക്ഷ, ഒപ്പം തന്നെ രാജ്യം അങ്ങോട്ട് പണം കൊടുത്ത് ഏതൊക്കെ ഗവേഷണം നടത്തണം എന്ന് തീരുമാനിച്ച് അങ്ങോട്ട് പണം കൊടുത്ത് ഗവേഷണം നടത്താൻ വേണ്ടി മിടുക്കന്മാരും മിടുക്കികളുമായ കുട്ടികളെ തിരഞ്ഞെടുക്കുന്ന JRF നൽകുന്ന പരീക്ഷ അത്തരത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അവിടെയാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് നെറ്റ് ഇപ്പോൾ NTA ആ വിശ്വാസ്യതയെക്കുറിച്ചാണ്. 2017 ഇത് നിലവിൽ വന്നു. അത് ഒരു രാജ്യം ഒരു പരീക്ഷ എന്ന ഒരു നയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വന്നത്. ഇപ്പോൾ ആ നയത്തിൻ്റെ സാധുത വെല്ലുവിളിക്കപ്പെടുകയാണ്. നേരത്തെ ഇതിൽ പരാമർശിച്ചതുപോലെ മുമ്പൊരു പരാതിയുമില്ലാതെ ഇപ്പോൾ ഒറ്റപ്പെട്ട പരാതികൾ വന്നതല്ല. ശ്രീ രാജീവിൻ്റെ ശ്രദ്ധയ്ക്ക് കൂടി വേണ്ടി ഞാൻ പറയാണ്. 2017 ഇത് പ്രവർത്തിച്ചു തുടങ്ങി. ഇതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് 2020 മുതൽ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. 2022 വൻ പരാതികൾ വന്നു. ഇവർ OMRലേക്കൊക്കെ പോകുന്നത് ആ പരാതികളുടെ കൂടി അടിസ്ഥാനത്തിലാണ്. എന്തായാലും ഇപ്പോൾ അത് വെല്ലുവിളിക്കുകയാണ്. അവർക്കൊരു സംവിധാനവുമില്ല. ഇന്ത്യ പോലെ വിശാലമായ ഒരു മഹാരാജ്യത്ത് ഇത്തരത്തിലുള്ള 25 പരീക്ഷകൾ നടത്താനുള്ള ഒരു സംവിധാനവുമില്ല. സർക്കാർ കോളേജുകളിലോ സർക്കാർ സ്ഥാപനങ്ങളിലോ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലോ
അവർ വിശുദ്ധന്മാരായതുകൊണ്ടും ആ ഇടങ്ങൾ വിശുദ്ധമായതുകൊണ്ടുമല്ല ഞാനിത് പറയുന്നത്, അവരെ പോലുമല്ല. ഇതെല്ലാം സ്വകാര്യ വ്യക്തികളെ ഏൽപ്പിച്ചുകൊണ്ട് സ്വകാര്യ വ്യക്തികളുടെ സ്ഥാപനങ്ങളിൽ സ്വകാര്യ കമ്പ്യൂട്ടറുകളിലൂടെ ഈ പരീക്ഷകൾ നടക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ നേരത്തെ അത് പറഞ്ഞത് ഡോക്ടർ സി രാമകൃഷ്ണനാണ്. അങ്ങനൊരു നയവ്യതിയാനത്തിൻ്റെ പരാജയം കൂടി ഈ ഘട്ടത്തിൽ രാജ്യം കാണുകയാണ്. ഈ ഒരു ഏകം എന്ന ആ ഒരു സമ്പ്രദായം, നമ്മുടെ രാജ്യം വൈവിധ്യത്തിൻ്റെ രാജ്യമാണ്, വൈവിധ്യങ്ങളുടെ രാജ്യമാണ്. രാജ്യത്തിലെ വൈവിധ്യങ്ങളെ മുഴുവൻ മാറ്റിവെച്ചുകൊണ്ട് ഒറ്റ ഒന്നിലേക്ക് രാജ്യത്തെ കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിൻ്റെ കൂടി പരാജയമാണ് ഇവിടെ കാണുന്നത്. എനിക്ക് തോന്നുന്നു ഡോക്ടർ രാമകൃഷ്ണൻ, താങ്കൾക്ക് ഇടപെടേണ്ട സമയമാണ് ഇത്. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച തന്നെയാണ് എന്നെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നെന്താ വെച്ചാൽ പ്രതലാണ് പ്രധാനം. ഈ പ്രതലം എങ്ങനെ സൃഷ്ടിക്കുന്നു എന്നല്ല, പ്രതലം എന്ന് പറയുന്നത് കേന്ദ്രീകരണത്തിൻ്റെ പ്രതലമാണ്, കച്ചവടവൽക്കരണത്തിൻ്റെ പ്രതലമാണ്, പാവപ്പെട്ടവരെല്ലാം തന്നെ അകറ്റുന്ന പ്രതലമാണ്. കാരണം കാശുള്ളവർക്ക് മാത്രം, ഒരു മധ്യവർഗ ഉപരിവർഗത്തിന് മാത്രം സാധിക്കുന്ന ഒരു പ്രതലമാക്കി ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ ആ നിയമത്തിനനുസരിച്ച്, പിന്നെ കച്ചവട നിയമത്തിനനുസരിച്ച് പരീക്ഷ നടത്താൻ പറ്റുള്ളൂ. നമ്മൾ ഈ വല്ലാണ്ട് ഇപ്പോൾ തൽക്കാലം പോലീസോ അറസ്റ്റോ നിയമമോ എല്ലാം നല്ലത് തന്നെയാണ്, അതിനൊന്നും എനിക്ക് വിരോധമില്ല, ഞാൻ പറഞ്ഞത് വിശ്വാസത്തിലെടുക്കുന്നു. പക്ഷേ അതുകൊണ്ട് പ്രശ്നം തീരില്ല. യഥാർത്ഥത്തിൽ സുപ്രീം കോടതി ഈ അനുവാദം കൊടുക്കുമ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. എന്താ കാര്യങ്ങൾ? ഇപ്പോൾ ഇത് നടക്കട്ടെ, ഇതിൻ്റെ വാലിഡിറ്റി ഞങ്ങൾ വീണ്ടും പുനഃപരിശോധിക്കുന്നത് വരെ, അല്ലാണ്ട് ഇത് അന്തിമ വിധി അല്ല. യഥാർത്ഥത്തിൽ ആ വാലിഡിറ്റി പുനഃപരിശോധിക്കേണ്ട ഒരു സമയമാണ്. അത് പുനഃപരിശോധിക്കുമ്പം ഇന്ത്യയുടെ വൈവിധ്യത്തെ, വൈജാത്യത്തെ, ഗ്രാമത്തിൻ്റെ സൗന്ദര്യത്തെ, ആവശ്യങ്ങളെ, അർപ്പണ മനോഭാവത്തെ, കച്ചവട മനോഭാവമല്ല, അർപ്പണ മനോഭാവത്തെ, നാടുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റിനെ, ഇതിനെയൊക്കെ തന്നെ പരിഗണന കിട്ടുന്ന രീതിയിലേക്ക് എങ്ങനെ വരാം? അങ്ങനെ ആയാൽ മാത്രമേ നാട്ടിന് വേണ്ടുന്ന ഡോക്ടർമാരുണ്ടാവുള്ളൂ. അങ്ങനെ മാത്രമേ നാടിനെ വേണ്ടുന്ന നേരത്തെ സൂചിപ്പിച്ച അധ്യാപകരുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതിനെയൊക്കെ തന്നെ പൈസ രീതിയിൽ കാണുന്നതാണ്, ആ പൈസ രീതിയിൽ കാണുന്ന ഒരു സമൂഹം ഉണ്ടാവാൻ പോകുന്നത്. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമോ എന്നുള്ള സന്ദേഹം ഞാൻ ഈ സമയത്ത്, എനിക്കത് കൃത്യമായ നിലപാട് നിൽക്കില്ല എന്നുള്ളതിനെ പറ്റി എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അങ്ങനെ സന്ദേഹിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ആ സന്ദേഹം ഉണ്ടെങ്കിൽ മാത്രമേ ഇതിലേതെങ്കിലും രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളൂ. അപ്പം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ഒരു നയം എന്ന് പറയുന്ന ഒരു ഇൻസ്ട്രുമെൻ്റൽ റോളാണ്. ഒരു നയവും സാധാരണ ഇൻസ്ട്രുമെൻ്റൽ റോളായിട്ട് വർത്തിക്കില്ല. അതിനൊരു ദർശനപരമായ ഒരു റോൾ ഉണ്ടാവും. നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് എന്ത് ദർശനപരമായ റോളുള്ളത്? അപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ റോളാവുന്ന സമയത്ത് ലാഭമുണ്ടാക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റായി NTA മാറ്റും. അതുകൊണ്ട് NTA ഈ നീറ്റ് മാത്രമല്ലല്ലോ ഇപ്പം പ്രശ്നത്തിൽ കിടക്കുന്നത്, എല്ലാ പരീക്ഷകളും റദ്ദാക്കപ്പെടുകയല്ലേ. അപ്പോൾ ഈ അർത്ഥത്തിൽ കുറേയും കൂടി വിശാലമായ മാനത്തിൽ കാണുകയും ചെയ്താൽ മാത്രമേ, ഞാൻ പറയാം, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ 92ാമത്തെ പിന്നെ നീറ്റുമായി ബന്ധപ്പെട്ട് പറയുമ്പം പിന്നെ ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിൻ്റെ പാർലമെൻറ്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു റെക്കമെൻഡേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ പറഞ്ഞ നീറ്റ് അനിവാര്യമാണ്, സംശയമില്ല. പക്ഷേ ഇത് നടപ്പിലാക്കാൻ, അതായത് ഒരു നാടിൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഇത് നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത്തരം പ്രദേശങ്ങൾക്ക് ഇതിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവകാശം ഉണ്ടാവണം. അത് ഗവേഷണത്തിനും ബാധകമാണ്. കേരളത്തിൻ്റെ വികസനം എന്താണെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ ജീവിതാവശ്യങ്ങളും ഇവിടുത്തെ മനുഷ്യൻ്റെ കേപ്പബിലിറ്റിയും ഒക്കെ ബന്ധപ്പെട്ടിട്ടാണ്. ആ രീതിയിലേക്ക് ഇതിനെ കണ്ടിട്ട്, അപ്പോൾ അവർ പറഞ്ഞിട്ടുണ്ട് ഇതിന് കുറേയും കൂടി ഫ്ലെക്സിബിൾ ആവണം. പക്ഷേ ആ ഫ്ലെക്സിബിലിറ്റിക്ക് പകരം ഇതെല്ലാം തന്നെ ഒരു ഇരുമ്പൊലക്ക മാതിരി അങ്ങ് സ്ഥാപിച്ച് ആർക്കും തൊടാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ ഇതിൽ കൂടുതൽ അപകടം നമുക്ക് ഭാവിയിൽ പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഞാൻ കാണുന്നത്. ഡോക്ടർ രാമകൃഷ്ണൻ, താങ്കളിലേക്ക് തിരിച്ചു വരാം. ഡോക്ടർ രാജീവ്, ഞാൻ താങ്കളിലേക്ക് വരികയാണ്. താങ്കളാണ് ഈ സംവാദം തുടങ്ങി വെച്ചത്. താങ്കൾ ഈ ചർച്ചയ്ക്ക് വരച്ചിട്ട അതിരുകളിൽ നിന്ന് ഇപ്പോൾ ചർച്ച മാറിപ്പോയിരിക്കുകയാണ്. താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റുള്ളവർ കൂടി പറഞ്ഞ ആശയങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ട് ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് എവിടെയോ ചില ലോഭികളായ മനുഷ്യർ നടത്തിയ ഒരു കൈത്തറ്റല്ല. ഇത് മൊത്തം ഒരു നയവ്യതിയാനത്തിലൂടെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇത് പഠിക്കാൻ വെച്ചിരിക്കുന്ന 7 അംഗ കമ്മിറ്റി, ഡോക്ടർ കെ രാധാകൃഷ്ണൻ്റെ നേതൃത്വത്തിലുള്ള ആ കമ്മിറ്റിയുടെ പരിഗണനാ വിഷയങ്ങൾ ഇത് മതിയോ? ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ പോലും പ്രശ്നങ്ങളുണ്ട് എന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്നു. അതൊന്നും പുനരാലോചിക്കാത്ത ഒരു അന്വേഷണം ഇതിൽ നടന്നാൽ മതിയോ? കുറ്റകൃത്യങ്ങളുടെ വഴിക്ക് പോട്ടെ, അതിന് പോലീസുണ്ട്, അത് ഞാനും സമ്മതിക്കുന്നു.
പക്ഷേ കുറ്റകൃത്യങ്ങൾക്ക് അപ്പുറത്തൊരു മാനം ഇതിലുള്ളത് കൊണ്ട് ചോദിക്കുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയം അടക്കം UGC ആണ് അതുണ്ടാക്കുന്നത്. UGC കണക്ക് നോക്കാൻ, യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷനാണത്, ഗ്രാൻറ്റ് കൊടുക്കാൻ വേണ്ടി കണക്ക് നോക്കാൻ ഉണ്ടായ ഒരു കമ്മിറ്റിയാണ്. അതിനിപ്പോൾ അധികാരങ്ങൾ കുമിഞ്ഞുകൂടി അത് സകല സർവകലാശാലകളിലും എന്ത് നടക്കണം, ദൈനംദിനം എന്ത് നടക്കണം എന്ന് നിശ്ചയിക്കുന്ന ഒരു കമ്മിറ്റിയായി മാറിയിരിക്കുന്നു. അതുവഴി നമ്മുടെ വിദ്യാലയങ്ങൾ, നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ സർവകലാശാലകൾ അത് കച്ചവട കേന്ദ്രങ്ങളായി മാറുന്നു. കച്ചവടത്തിൻ്റെ യുക്തികൾ അതിനെയും ഭരിക്കുന്ന ഒരു നില വരുന്നു. ഇതെല്ലാം ഒന്ന് പുനരാലോചിക്കേണ്ട ഒരു ഘട്ടമായി എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ ആശയങ്ങളെ താങ്കൾ എങ്ങനെ പ്രതിരോധിക്കും? അഡ്വക്കേറ്റ് രാജീവ്, ഇത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ദേശീയ നയ രൂപീകരണത്തിൻ്റെ ഭാഗമായിട്ടോ ഉണ്ടായിട്ടുള്ള കാര്യമല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു ചെറിയ സ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ചെറിയ സംവിധാനം, ആ സംവിധാനം മാറ്റിയെടുത്തതിൻ്റെ ഫലമായിട്ടാണ് ഇതുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഉണ്ടായിട്ടുള്ള എല്ലാ വിഷമങ്ങളിലും ഈ സർക്കാർ മറ്റുള്ള ഇപ്പം പറയുന്ന ഷിജു ഖാനെ പോലെയും സാറിനെ പോലെയുള്ള വികാരത്തിനപ്പുറത്ത് ഞങ്ങൾക്ക് വികാരമുണ്ട്. ഈ പറയുന്നവരെ സംബന്ധിച്ചോളം സർവകലാശാലകൾ കച്ചവടവൽക്കരിക്കപ്പെട്ടെന്നാണ്. നമ്മൾ സർവകലാശാലയിൽ കച്ചവടവൽക്കരിക്കും. കേരള യൂണിവേഴ്സിറ്റിയിൽ സെക്രട്ടറി അസിസ്റ്റന്റ് നിയമനം ആര് കച്ചവടവൽക്കരിച്ചു? കച്ചവടം ചെയ്തല്ലേ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതിയ പോലീസ് ടെസ്റ്റ് ഇടതുപക്ഷ സംഘടനകളുടെ ആൾക്കാർ, ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയിൽ കച്ചവടം ചെയ്ത് കൊടുത്തില്ലേ? ക്വസ്റ്റ്യൻ പുറത്തു കൊടുത്തില്ലേ? അപ്പോൾ ഇതൊക്കെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ പിന്നീട് സംഭവിക്കാതിരിക്കാൻ ഇവിടെയൊക്കെ എന്ത് നടപടികളെടുത്തു? നമ്മൾ പറയുമ്പോൾ എല്ലാം കൂടെ പറഞ്ഞു പോകണമല്ലോ, ഒരിട വശത്തല്ലല്ലോ. അപ്പം നമ്മുടെ കണ്ണിലൂടെ കാണുന്ന, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചു, ലോകം കണ്ട ഏറ്റവും വലിയ കുംഭകോണമാണോ? ഇതിനപ്പുറം കുംഭകോണം ഈ രാജ്യത്ത് നടന്നിട്ടില്ലേ? ഇതിനപ്പുറം കുംഭകോണങ്ങൾ നടന്നിട്ടില്ല. ഇതൊരു കുംഭകോണമാണോ? അപ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചപ്പാടാണ്. നമ്മളിൽ രാഷ്ട്രീയമില്ല എന്ന് പറയുകയും നമ്മളിൽ രാഷ്ട്രീയം കലരുകയും ചെയ്യുകയാണ്. നമ്മൾ കാണുന്നതെല്ലാം തെറ്റാണ്. കാരണം ഈ ഇഷ്ടപ്പെടാത്ത അച്ചി തൂക്കുന്നതെല്ലാം ഇതായി പോകും എന്ന് പറയുന്ന കണക്കാണ് ശരിക്കും ഇവിടെ പറയുന്നത്. കാരണം BJP ഗവൺമെൻറ് ആയതുകൊണ്ടുള്ള വിഷയമാണ്. BJP ഗവൺമെൻറ് ആയതുകൊണ്ടുള്ള വിഷയമാണ്. നേരത്തെ ഗുജറാത്തിൻ്റെ കാര്യം ആയുഷി പട്ടേൽ എന്താണ് പറഞ്ഞത്? എൻ്റെ OMR ഷീറ്റ് കീറിപ്പോയി. പ്രിയങ്ക വധേര ഉൾപ്പെടെ എക്സിൽ പങ്കുവച്ചതാണ്. പക്ഷേ ബഹുമാനപ്പെട്ട കോടതി എന്താ പറഞ്ഞത്? ഇത് ഫാക്ട് ന്യൂസാണ്, ഇത് തെറ്റാണെന്ന് പറഞ്ഞു. അത് തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് കുറച്ച് പേർ ചെയ്ത് ഉണ്ടായിട്ടുള്ള ഒരു വലിയൊരു തെറ്റ്. നമ്മൾ അതിന് ഉത്തരവാദിത്വമൊന്നും ഗവൺമെൻറ് മാറുന്നില്ല. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തന്നെ കാര്യങ്ങൾ ചെയ്യുന്നു. നിയമ നടപടികൾ സ്വീകരിക്കാനുള്ള സ്ഥിതിയുണ്ട്. ഇനി പഴുതുകളുണ്ടെങ്കിൽ, NDAക്ക് പഴുതുകളുണ്ടെങ്കിൽ, NDAക്ക് വിഷയമുണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതും കൂടി പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഡോക്ടർ രാധാകൃഷ്ണൻ ഉൾപ്പെടുന്ന 7 അംഗ കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും പരാതികളോ ആൾക്കാർക്ക് പറയാം, അവർക്ക് പഠിക്കാൻ 2 മാസത്തിനകത്ത് കൃത്യമായിട്ട് പരാതി ഉണ്ടെങ്കിൽ പരിഹരിക്കാം. അല്ലാതെ ഏകപക്ഷീയമായി പോകുന്ന ഒരു സംവിധാനമല്ല ഇത്. അങ്ങനെ പറഞ്ഞിട്ടുമില്ല. മന്ത്രി തന്നെ പറഞ്ഞത് ഇത് 2 മാസത്തിനുള്ളിൽ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് അതിൻ്റെ അപാകതകളുണ്ടെങ്കിൽ അത് തീർത്തുക, ഈ വന്ന കാര്യങ്ങളിലുള്ള അപാകതകളുണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ള നയം തന്നെയാണ് ഞങ്ങൾക്കുള്ളത്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ ഒരു വിഷയം കൊണ്ട് രാജ്യത്തിൻ്റെ വൈവിധ്യം മാറി മറ്റത് മാറി എന്ന് പറയുന്നത് തെറ്റാണ്. രാജ്യത്തിൻ്റെ വൈവിധ്യമൊന്നും മാറുകയില്ല. രാജ്യത്ത് ഏകീകൃത വിദ്യാഭ്യാസ സംവിധാനം വരണമെന്ന് എല്ലാ ജനങ്ങളും ആവശ്യപ്പെടുന്നു. ഒരു വിഷയത്തിൻ്റെ പേരിലല്ല അത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, കേരളം ഉൾപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും കച്ചവട താല്പര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ കച്ചവട താല്പര്യങ്ങൾ ഇല്ലായ്മ ചെയ്യുവാൻ വേണ്ടി തന്നെയാണ് ഇത് ചെയ്യുന്നത്. കേരള യൂണിവേഴ്സിറ്റിയിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഇന്ന് അവിടെ എന്താ നടക്കുന്നത്? കാവ്യവൽക്കരണമെന്ന് വിദ്യാഭ്യാസ നിയമം പറയുമ്പോൾ അവിടെ നടക്കുന്നത് എന്തിനാണ്? കമ്മ്യൂണിസ്റ്റ് വൽക്കരണമല്ല. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളെല്ലാം നമ്മൾ കണ്ടതല്ലേ. അപ്പം അത് ശരിയാണോ? കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടക്കുന്നു ഇല്ലെന്ന് പറയാൻ ആർക്കെങ്കിലും സാധിക്കുമോ? എല്ലാവരും, ഈ കേരളത്തിലെ ജനങ്ങൾ നെല്ലരി ആഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം നടന്നിട്ടുള്ളത്. അപ്പം ഒരു വിഷയം വരുമ്പോൾ അതിനെ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് നിന്നുകൊണ്ട് കുട്ടികളുടെ വികാരം, രക്ഷകർത്താക്കളുടെ വികാരം കണ്ടുകൊണ്ട് ഇത് ചെയ്ത കുറ്റകൃത്യങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കുവാനും ഭാവിയിലേക്ക് അതിന് പഴുതില്ലാത്ത രീതിയിലുള്ള ഒരു നിയന്ത്രണം, പഴുതില്ലാത്ത രീതിയിലുള്ളൊരു സംവിധാനം, ഒരു തത്വം ഉണ്ടാക്കുക എന്നുള്ളത് ഏതൊരു ഗവൺമെൻറ്റും ചെയ്യുമ്പോൾ പോലെ തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയും ചെയ്യുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെയും അവരുടെ രക്ഷകർത്താക്കളുടെയും വികാരത്തിനോടൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ 100% കമ്മിറ്റ്മെൻറ്റോടുകൂടി ഈ കൾപ്രിറ്റ്സുകളെ കൃത്യമായിട്ട് തുറുങ്കിലടയ്ക്കാനുള്ള നടപടിയെടുക്കും. അതോടൊപ്പം തന്നെ പുതിയ നയരൂപീകരണം ഞങ്ങൾ സ്വീകരിക്കും. അഡ്വക്കേറ്റ് RS രാജീവ്, താങ്കൾ പറയുന്നത് വളരെ വ്യക്തമാണ്. താങ്കൾ ആ ഭരണകക്ഷിയുടെ കൃത്യമായി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഷിജു ഖാൻ, ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് ഇതൊക്കെ കേരളത്തിലും നടക്കുന്നുണ്ട്. കേരളത്തിലും ചില പരീക്ഷകളിലൊക്കെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള സർവകലാശാലയിൽ അവിടെ കാവ്യവൽക്കരണം നടക്കുന്നുണ്ടെങ്കിൽ കേരള സർവകലാശാലയിൽ കമ്മ്യൂണിസ്റ്റ് വൽക്കരണവും നടക്കുന്നുണ്ട് എന്നാണ് രാജീവ് പറയുന്നത്. മറുപടി?
ഇവിടെ നമ്മളൊരു ഒരു കാവ്യവൽക്കരണവും കമ്മ്യൂണിസ്റ്റ് വൽക്കരണവും എന്നൊക്കെയുള്ള പ്രയോഗങ്ങളും അതിനെ സംബന്ധിച്ച ഡിബേറ്റുകളും എല്ലാ കാലത്തും വളരെ സജീവമായിട്ട് പിന്നെ നടന്നിട്ടുണ്ട്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം ഒന്നുമല്ല കേരള സർവകലാശാലയിലോ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തോ ഒന്നും നടപ്പാക്കുന്നത്. മറിച്ച് ജനാധിപത്യ നിലപാടുകളും മതനിരപേക്ഷ മൂല്യങ്ങളും രാജ്യത്തിൻ്റെ ഫെഡറൽ മൂല്യങ്ങളും സംരക്ഷിക്കാനുള്ള വളരെ ശക്തമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അതിനെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് വൽക്കരണം എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങനെയാണ് നിങ്ങൾ സമീപിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അതിനെയും ഞങ്ങൾക്ക് നേരിടേണ്ടി വരും. ജനാധിപത്യപരവും മതനിരപേക്ഷവുമായ മൂല്യങ്ങൾ വിദ്യാഭ്യാസ രംഗത്ത് തീർച്ചയായിട്ടും സംരക്ഷിക്കേണ്ടി വരും. പിന്നെ ഈ കാവ്യവൽക്കരണം എന്ന് പറയുന്നത് രാജ്യത്താകമാനം വിദ്യാഭ്യാസ രംഗത്ത് നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതിനെ ശക്തമായിട്ട് ഞങ്ങളെ ഈ നാട്ടിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ നേരിടും. പക്ഷേ ഇവിടെ പ്രശ്നം ഈ നയത്തിൻ്റേതായ പ്രശ്നങ്ങൾ ഒപ്പം വലിയ കച്ചവട താല്പര്യങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് കയറി വരികയാണ്. ആ കച്ചവട താല്പര്യങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ നേടിയെടുക്കാനുള്ള പിന്നെ ആളുകളുടെ ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളുമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വലിയ ആഘാതം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങ് ചോദിച്ചു ഇത് കുംഭകോണമാണോ എന്ന് ചോദിച്ചു. ഞാൻ പറയുന്നത് ഏത് സ്റ്റേറ്റിൽ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷകളിലെ തെറ്റായ സമീപനങ്ങളോ ക്രമക്കേടുകളോ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള സംഭവങ്ങളോ ഉണ്ടായാൽ ശക്തമായി നമ്മൾ വിമർശിക്കും, അത് തെറ്റാണെന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ ഇന്ത്യയിലെ 41ഓളം പരീക്ഷകളെ സംബന്ധിച്ച് വ്യാപകമായിട്ടുള്ള ആക്ഷേപങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ രാജസ്ഥാൻ, കർണാടക അങ്ങനെ തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ ക്രമക്കേടുകൾ ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഏതാണ്ട് 1.5 കോടി പേരെങ്കിലും ഈ ക്രമക്കേടുകളുടെ ഭാഗമായിട്ട് അതിൻ്റെ ഇരകളാക്കപ്പെട്ട് അവസരങ്ങൾ നിഷേധിക്കപ്പെട്ട് ഒക്കെ കബളിപ്പിക്കപ്പെട്ട വാർത്തകളും നമ്മുടെ മുന്നിലുണ്ട്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് പക്ഷേ ദേശീയ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെട്ട NDAയുടെ ലക്ഷ്യം എന്തായിരുന്നു? ആ NDAയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സുതാര്യത ആയിരുന്നു. ആ NDAയുടെ ലക്ഷ്യം വിശ്വാസ്യതയായിരുന്നു. ആ NDAയുടെ ലക്ഷ്യം കുട്ടികൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നതായിരുന്നു. അതെല്ലാം പൊളിഞ്ഞുപോയി, അതെല്ലാം തകർന്നുപോയി. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നു ഇതാണോ വലിയ കുംഭകോണം എന്ന് ചോദിച്ചാൽ ഇത് കുംഭകോണമാണ്. ഇത് ഈ രാജ്യം കണ്ട വലിയ കുംഭകോണമാണല്ലോ. അതുകൊണ്ടല്ലേ നമുക്ക് വിമർശിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഇത് മാത്രമല്ല, 4 ഇയർ പിന്നെ MEd കോഴ്സുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് 29,000 പേർ രാജ്യത്ത് ഒട്ടേറെ ആളുകൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയില്ല, സാങ്കേതിക തകരാറ് വന്നു. അങ്ങനെ ആ പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യം രാജ്യത്തുണ്ടായി. അതും NDA നടപ്പാക്കിയത്. നിരവധി പരീക്ഷകളെ സംബന്ധിച്ച് ഇപ്പോൾ ദേശീയ അടിസ്ഥാനത്തിൽ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട് നടന്ന പരീക്ഷയെ സംബന്ധിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടായി. അതിൻ്റെ വിവിധങ്ങളായ ഘട്ടങ്ങളെ സംബന്ധിച്ച് വലിയ നിലയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായല്ലോ. അതുമാത്രമാണോ? ദേശീയ അടിസ്ഥാനത്തിൽ നടത്തിയ ബിരുദ പരീക്ഷകൾ അതിനെ സംബന്ധിച്ച് വലിയ ചർച്ചകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടായല്ലോ. ഇതിപ്പോൾ സുപ്രീം കോടതിയിൽ പോവുകയും 67 പേർക്ക് ഒറ്റയടിക്ക് 1ാം റാങ്ക് കിട്ടുകയും അത്തരം അസ്വാഭാവികമായ കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തപ്പോൾ രാജ്യത്ത് ചർച്ചയായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശനങ്ങൾ വന്നു. അപ്പോഴും ഇവർ അംഗീകരിച്ചില്ലല്ലോ. അംഗീകരിക്കേണ്ടി വന്നത് എന്താണ്? വ്യാപകമായി ഈ വിഷയത്തെ സംബന്ധിച്ച് പരക്കെ വിമർശനം വന്നു. സുപ്രീം കോടതി ഇതിനെ നേരിടുന്ന സാഹചര്യം വന്നു. അപ്പോഴല്ലേ ഇവരിത് പിന്നെ റദ്ദാക്കുന്ന സാഹചര്യം വന്നത്. ഇപ്പം നെറ്റിനെ സംബന്ധിച്ചും അതാണ്. നെറ്റ് ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ ഞാൻ നെറ്റ് എന്ന് പറയുന്ന ദേശീയ അടിസ്ഥാനത്തിൽ പരീക്ഷയുടെ ഭാഗമായിട്ട് ഒട്ടേറെ പേർ അസിസ്റ്റന്റ് പ്രൊഫസർ യോഗ്യത നേടുന്നു, ഗവേഷണ യോഗ്യത നേടുന്നു, JRF യോഗ്യത നേടുന്നു. അതിൻ്റെ ഗുണം ഒട്ടേറെ പേർക്ക് ലഭിക്കുന്നു. അങ്ങനെ ലഭിക്കുമ്പോൾ ആ നെറ്റ് പരീക്ഷ ഇപ്പോൾ റദ്ദാക്കി. എങ്ങനെ ഒരാൾ നെറ്റിനു വേണ്ടി എത്രയധികം അവർ അധ്വാനിക്കുകയാണ്, എത്രയധികം പഠിക്കുകയാണ്. ഈ നെറ്റ് പരീക്ഷ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസ്യത തകരുന്നത് ചെറിയ കാര്യമാണോ? നീറ്റ് പോലെ തന്നെ നെറ്റും വിശ്വാസ്യത വളരെ പ്രധാനമല്ലേ? അപ്പോൾ അങ്ങനെയുള്ള വലിയ വെല്ലുവിളികൾ ഈ രംഗത്തുണ്ടാകുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കണം. കേന്ദ്ര ഗവൺമെൻറ് തങ്ങൾക്ക് പറ്റിയ തെറ്റ് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കേന്ദ്രമന്ത്രി രാജിവെക്കണം. അപ്പോഴല്ലേ ഇതിന് വളരെ ഗൗരവത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഇതിനെ പരിഗണിക്കുന്നുവെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടൂ. അല്ലാതെ ഇതൊരു കുംഭകോണമാണോ? ഇതിനേക്കാൾ വലുത് രാജ്യത്ത് ലോകത്ത് നടന്നിട്ടില്ലേ? അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ? ഇത് ഒരു ഗൂഢസംഘത്തിൻ്റെ പ്രവർത്തനമല്ലേ? ഞങ്ങൾ 7 അംഗ കമ്മിറ്റിയെ വെച്ച് ഇതെല്ലാം അങ്ങ് പഠിച്ച് പരിശോധിക്കുമെന്ന് പറഞ്ഞാൽ തകർന്നുപോയ വിശ്വാസ്യതയെ വീണ്ടെടുക്കണമെങ്കിൽ അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണം, അതിനാവശ്യമായ നിലപാടുകൾ സ്വീകരിക്കണം. അത് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഇപ്പോൾ തമിഴ്നാട് അടക്കം മുന്നോട്ട് വയ്ക്കുന്ന സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അവർ ബില്ല് പാസ്സാക്കിയല്ലോ.
അവർ ബില്ല് പാസാക്കി. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അധികാരത്തെ സംരക്ഷിക്കുന്ന ബില്ല് അവർ പാസാക്കി. അവർ ഉന്നയിച്ച വിമർശനം കഴമ്പുള്ളതാണെന്ന് ഇന്ന് രാജ്യത്തൊട്ടേറെ പേർ അഭിപ്രായപ്പെടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രാമീണ മേഖല, ആദിവാസി ഗോത്ര ജനവിഭാഗങ്ങൾ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, അവരുടെയൊക്കെ അവകാശങ്ങളില്ലേ? അവിടുത്തെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങളില്ലേ? ആ അവകാശങ്ങൾ പരിഗണിക്കപ്പെടണ്ടേ? ഭാഷാപരമായ സവിശേഷത പരിഗണിക്കപ്പെടണ്ടേ? ഭൂമിശാസ്ത്ര സവിശേഷത പരിഗണിക്കപ്പെടണ്ടേ? ഒറ്റ രാഷ്ട്രം, ഒറ്റ പരീക്ഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏറ്റവും പിന്നോക്ക പ്രദേശത്തെ ഏറ്റവും പിന്നോക്ക ജനവിഭാഗങ്ങളെ, ദുർബലരായ ജനവിഭാഗങ്ങളെ നിങ്ങൾ ഏറ്റവും സൗകര്യങ്ങളോടുകൂടിയ സ്ഥലങ്ങളിലെ പ്രദേശങ്ങളിലെ കുട്ടികളുമായി നിങ്ങൾ സമീകരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ ഒട്ടേറെ പ്രശ്നങ്ങൾ അതിൽ നിന്ന് ഉടലെടുക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും തമിഴ്നാട് മുന്നോട്ട് വയ്ക്കുന്ന വാദത്തിൽ കഴമ്പുണ്ടെന്ന് ഇന്ത്യയിലെ ഒട്ടേറെ ആളുകൾ അഭിപ്രായപ്പെടുകയാണ്. സ്റ്റേറ്റ് ഗവൺമെന്റുകളുടെ എൻട്രൻസ് പരീക്ഷകളെയും അവിശ്വസിക്കരുത്. മറ്റൊരാൾ അതിന്റെ ഇടയിൽ പറയുന്നത് പ്രോത്സാഹിപ്പിക്കുന്ന മാധ്യമങ്ങളുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പറച്ചിൽ ആഘോഷിക്കുന്നവരുണ്ട്. നമുക്കത് വേണം. ഞാൻ പറഞ്ഞത് ഒരാൾ പറയട്ടെ, പറഞ്ഞു തീർക്കട്ടെ. തീർക്കൂ ഷിജുഖാൻ, കൺക്ലൂഡ്. സമയം തീരുകയാണ്. ശ്രീ രാജീവ്, ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇക്കാര്യത്തിൽ സംഭവിച്ച പെശക് അതിൻ്റെ ഗൗരവത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കാണണം. കേന്ദ്ര ഗവൺമെൻറ് സാധാരണ രാഷ്ട്രീയ വിമർശനങ്ങളെയും ജനാധിപത്യപരമായ അഭിപ്രായങ്ങളെയും ഒക്കെ അടിച്ചമർത്തുന്നത് പോലെ, തച്ചുടയ്ക്കുന്നത് പോലെ, അതിനെ അവഹേളിക്കുന്നത് പോലുള്ള പതിവ് രീതി ഇക്കാര്യത്തിൽ സ്വീകരിക്കരുത്. ഇത് നിങ്ങൾ ഇപ്പോൾ കൈവച്ചിരിക്കുന്ന വിഷയം ഈ രാജ്യത്തെ മുഴുവൻ രക്ഷകർത്താക്കളും, മുഴുവൻ വിദ്യാർത്ഥികളും, ഈ പരീക്ഷ എഴുതിയ 24 ലക്ഷം മാത്രമല്ല, ഈ പരീക്ഷ എഴുതിയ നെറ്റ് എഴുതിയ 11 ലക്ഷം മാത്രമല്ല, നമ്മുടെ വിദ്യാർത്ഥികൾ സ്കൂളിലെ കോളേജുകളിലെ അവരുടെ രക്ഷകർത്താക്കൾ, നമ്മുടെ കൂടുതൽ ആവശ്യങ്ങൾ വരുന്നു. ഇതുപോരാ എന്ന ഒരു ആവശ്യം ഉയരുന്നു. കൂടുതൽ എന്തെങ്കിലും ചെയ്യുമോ? ഇതിൽ തന്നെ ഒതുങ്ങി നിൽക്കും. 2 വാക്യങ്ങളിൽ പറയൂ, അതിൽ കൂടുതൽ പോകാൻ സമയമില്ല. മനസ്സിലായി. ഞങ്ങൾ ചെയ്യുന്നുള്ള നിലപാട് വ്യക്തമാക്കി, പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കണം. ഒറ്റ കാര്യമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. നീറ്റിൽ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നപ്പോൾ നീറ്റ് പരീക്ഷ റദ്ദാക്കുമെന്ന് പറയുന്നുണ്ട്. നെറ്റിൽ പരീക്ഷ ചോർന്നതിന്റെ പേരിൽ റദ്ദാക്കി. അപ്പൊ അത് തെറ്റെന്ന് പറയുന്നു. എന്താണ് ഇരട്ടത്താപ്പ്? അത് റദ്ദാക്കിയത് തെറ്റ് എന്നല്ല, രാജ്യത്തിന്റെ വിശ്വാസ്യത, രാജ്യത്തിന്റെ ഉന്നത വിശ്വാസ്യത. ഇരുപക്ഷത്തെ അഭിപ്രായങ്ങൾ വ്യത്യസ്തമായിരിക്കും. അത് നമുക്ക് ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ ഡോക്ടർ രാമകൃഷ്ണൻ, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. പെട്ടെന്ന് സമയമില്ല. അല്ലല്ല, ഞാനൊന്ന് കൺക്ലൂഡ് ചെയ്തോട്ടെ. നീണ്ടുപോയാൽ കട്ട് ചെയ്തു പോകും. ഒറ്റ കാര്യം ഞാൻ പറഞ്ഞത്, നെറ്റ് പരീക്ഷയായാലും നീറ്റ് പരീക്ഷയായാലും റദ്ദാക്കേണ്ടി വന്ന സ്ഥിതിവിശേഷം ഈ പരീക്ഷയ്ക്ക് വിശ്വാസ്യതയില്ലെന്നും ഈ പരീക്ഷ അട്ടിമറി നടന്നതിന്റെയും അടിസ്ഥാനത്തിലാണല്ലോ. പെട്ടെന്ന് തീരാൻ വേണ്ടി ഞാൻ പറഞ്ഞത് അത് തന്നെയാണ്. അതാണ് പറഞ്ഞത്. നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. മുഴുവൻ എന്തായാലും സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങൾ ഉടലെടുത്തതുകൊണ്ടാണ്. ഡോക്ടർ രാമകൃഷ്ണൻ, രണ്ടു പക്ഷത്തു നിന്നും ഉള്ള അഭിപ്രായങ്ങൾ രണ്ടായി തന്നെ നിൽക്കും. താങ്കൾക്ക് മധ്യസ്ഥന ഒന്നും ആകാൻ പറ്റില്ല, മധ്യമാർഗങ്ങളില്ല ഇതിലൊന്നും. താങ്കളുടെ അഭിപ്രായം ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് വേണ്ടി 2-3 വാക്യങ്ങളിൽ പറയാൻ. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ ഭരണഘടന എന്ന് പറയുന്നത് എന്ത് പരിമിതി ഉണ്ടെങ്കിലും അത് ഉൾക്കൊള്ളലിൻ്റെയും ഉൾച്ചേരലിൻ്റേതുമായിട്ടുള്ള ഭരണഘടനയാണ്. വൈവിധ്യത്തെ, വൈയാത്യത്തെ എല്ലാം പ്രോത്സാഹിപ്പിക്കുന്നതാണ്. അപ്പോൾ ഈ സമ്പത്തുള്ളവർക്ക് മാത്രം ഇടപെടാവുന്ന ഒരു സംഗതിയിൽ നിന്ന് മാറ്റി നാടിനെ മൊത്തം ഉൾക്കൊള്ളുന്ന രീതിയിലേക്ക് ഇത്തരം പരീക്ഷകൾ ക്രമീകരിക്കണമെങ്കിൽ ഇന്നത്തെ ഈ കമ്മിറ്റിയെ കൊണ്ട് മാത്രം പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുപ്രീം കോടതിയാണ് അനുവാദം കൊടുത്തില്ല. അതുകൊണ്ട് സുപ്രീം കോടതി ഞാൻ ഇടപെടുകയാണ്. വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ളൊരു ചർച്ചയായിരുന്നു. എന്തായാലും ഇത് അവസാനിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇംഗ്ലണ്ടിലെ സർവകലാശാലകളിൽ നിന്നാണ് ബ്രിട്ടീഷ് സാമ്രാജ്യം ഉയർന്നു വന്നത് എന്ന് അവർ പറയുമായിരുന്നു. ഇംഗ്ലണ്ടിലെ സർവകലാശാലകളിൽ നിന്ന് വന്നവർ തന്നെയാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് കുളം കോരിയത് എന്നും പിന്നീട് ചരിത്രം പറയുകയുണ്ടായി. നാളെ ഇന്ത്യയിലെ സർവകലാശാലകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഇന്ത്യയിലെ മത്സര പരീക്ഷകളിൽ നിന്നുമാണ് അന്നത്തെ ഇന്ത്യ ഉയർന്നു വന്നത് എന്ന് പറയാൻ നമുക്ക് കഴിയട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി, കണ്ടിരുന്ന പ്രേക്ഷകർക്ക് നന്ദി, നമസ്കാരം.